നമ്മൾ അറിയുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മീകമായ ഈ ദാരിദ്ര്യം എനിക്ക് മനസ്സിലായത് ഈ അടുത്തിടെയാണ്. റോമാലേഖനം ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചാണ്. റോമാലേഖനം ബൈബിൾ കോളേജ് പഠിക്കും. എനിക്ക് നല്ല മാർക്കും തന്നവര് ഒരു നല്ലപോലെ ഞാൻ പഠിച്ചായിരുന്നു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഈ എക്സാമിനേഷന് പഠിക്കാൻ വേണ്ടി കാര്യമായിട്ട് മനസ്സിലാവണമെന്നൊന്നുമില്ല. ഏതൊക്കെ ചോദ്യം വരുന്ന ഉദ്ദേശം വെച്ച് പഠിച്ചു വെച്ചാൽ മതി, തട്ടിക്കൂട്ടി അപ്പുറത്തെ കയറാം. പക്ഷെ അതുകൊണ്ട് ഗ്രഹിച്ചു എന്നർത്ഥമില്ല. പക്ഷെ ഈ റോമാലേഖനം ഗ്രഹിക്കാൻ എല്ലാവരും ചിന്തിക്കുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ലേഖനം എന്നാണ്. പക്ഷെ ഈ റോമാലേഖനം ഗ്രഹിക്കാൻ വേണ്ടത് ജ്ഞാനമല്ല, ബുദ്ധിയല്ല, തകർന്ന ഹൃദയമാണ്. ഒരു പാപിയോട് ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഞാൻ പാപിയാണെന്നും എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ലെന്നും ദൈവത്തിന്റെ ശത്രുവായിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നും ജീവിച്ചതെന്നും എനിക്ക് ബോധ്യമുണ്ടെങ്കിലേ ആ ഒരു കണ്ണിലൂടെ വായിച്ചാലേ ദൈവം എന്നെ എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്നുള്ള റോമാലേഖനത്തിൽ എനിക്ക് വെളിപ്പെട്ട് വരുള്ളൂ. ഞാൻ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചർച്ചിൽ IPC ചർച്ചിൽ പ്രസംഗിക്കുകയാണ്. അപ്പം അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ഈ പ്രസംഗനാണ് വന്നത്. ഞാൻ ചോദിച്ചു, ഏത് പ്രസംഗന? പുള്ളി പേര് പറഞ്ഞു, ഭയങ്കര പ്രശസ്തനായ പ്രസംഗൻ. അപ്പൊ ഞാൻ ചോദിച്ചു, റെക്കോർഡ് ചെയ്തു? അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു, അവർ പറഞ്ഞു റെക്കോർഡ് ചെയ്തിട്ടില്ല, പുള്ളി റെക്കോർഡ് ചെയ്തെന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചതെന്താ? പുള്ളി പറഞ്ഞു, അടുത്ത ആഴ്ച ഗൾഫിൽ പോകുന്നുണ്ട്, അവിടെ പ്രസംഗിക്കാനുള്ള പ്രസംഗമാണ്. നേരത്തെ റെക്കോർഡ് ചെയ്ത് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രസംഗിച്ചാൽ ഒരു ഗുമ്മ് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ പുതിയ പ്രസംഗം ഗൾഫിലേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് എന്താണ്? A+B² = A² + 2AB. രാവിലെ വേറൊരു സാധനം ഞാൻ ചോദിച്ചായിരുന്നല്ലേ, A+B² = അത് പറഞ്ഞ A+B² = A³ + 3 A²B + 3 AB² + B³ എന്ന് ഞാൻ ഇന്ന് ഓർത്തിരിക്കാനുള്ള കാരണം അന്ന് 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറ് തിരിച്ചും മറിച്ചും തിരിച്ചും ഒരേ കാര്യം തന്നെ ആ ക്ലാസ്സിലെ പുറകിലത്തെ ബെഞ്ചിൽ ഇരിക്കുന്നവനെ ഒരു മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടാണ് അതിങ്ങനെ മനസ്സിൽ നിന്ന് വെള്ളം പോലെ വരുന്നത്. ആ സാറ് പറയാ, ഒരു പ്രസംഗം ഒരിടത്തെ പ്രസംഗിക്കുള്ളൂ, രണ്ടാമത് പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളെല്ലാം വെള്ളം കുടിച്ചേനെ. അപ്പൊ ശരിക്കും നല്ലൊരു പ്രസംഗം പ്രസംഗിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ എല്ലാവരും ഈ അനുസരണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏതൊരു അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഉദ്ദേശം. നമ്മൾ തമ്മിൽ തല്ലിക്കാനുള്ള ഹോർമോൺ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഈ സ്നേഹം അഗപ്പെ ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഇല്ല. ഈ സ്നേഹത്തിന്റെ നിർബന്ധത്താൽ മാത്രം അനുസരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഈ സ്നേഹം ഉണ്ടാക്കാനുള്ള ഹോർമോൺ ഇല്ല നമുക്ക്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, യേശുക്രിസ്തുവിന് മുമ്പ് മനുഷ്യരെ സ്നേഹിച്ച, പാപങ്ങളെ സ്നേഹിച്ച, പാവികളെ സ്നേഹിച്ച, ശത്രുക്കളെ സ്നേഹിച്ച ഒരൊറ്റ രാജാവ് അല്ലെങ്കിൽ ഒരൊറ്റ നേതാവിന്റെ കഥയുണ്ടോ യേശുക്രിസ്തുവിന് മുമ്പ്? ഇല്ല. ബുദ്ധൻ പറഞ്ഞത് ഉപദ്രവിക്കില്ലെന്ന അഹിംസ, സ്നേഹം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഒരു നോവലിൽ പോലുമില്ല, ഒരു നാടകത്തിൽ പോലുമില്ല. അങ്ങനെ ഒരു ആശയമില്ലായിരുന്നു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നവനെ സ്നേഹമെന്നൊരാശയം പോലും ഉണ്ടായിരുന്നില്ല. എല്ലാം തമ്മിൽ തല്ലിയും കൊന്നും ഒരു കരുണയില്ലാത്ത മനുഷ്യരായിരുന്നു. ഇപ്പോഴാണ് ക്രിസ്ത്യൻ മൊറാലിറ്റി ലോകം മുഴുവൻ വന്നപ്പോഴേക്കും സ്നേഹിക്കണമെന്നൊരാശയം നമ്മുടെ ഉള്ളിൽ തോന്നുന്നു. സ്നേഹമാണ് അഖിലസാരമൊഴി എന്നൊക്കെ ആൾക്കാർ എഴുതാൻ തുടങ്ങിയത് ക്രിസ്തുവിന് ശേഷമാണ്. ഈ അപ്പോസ്തലിക ശുശ്രൂഷകളുടെ തന്നെ കാരണം. എന്തിനാണ് ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ഇവരെയൊക്കെ നിയമിച്ചെന്നറിയോ? നമ്മളെല്ലാം ഇതിന്റെ അനുസരണത്തിലേക്കും ക്രിസ്തുവിന്റെ തികഞ്ഞ പുരുഷത്വത്തിലേക്കും വരാൻ വേണ്ടിയാണ്. വേറെ ഒരു ഉദ്ദേശമില്ല. കൃപാവരങ്ങൾ നമുക്ക് നൽകിയതും ഇതിന്റെ അനുസരണത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലെ പാപികളും ദരിദ്രരും ആത്മീകമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാതെ ഇൻകപ്പാസിറ്റേറ്റഡ് ആയിട്ടുള്ള നമ്മള് ഇത് അനുസരിക്കുന്നവരായി മാറണമെങ്കിൽ വലിയൊരു പണി നമ്മുടെ അകത്ത് നടക്കണം. നീതിമാനാകണമെങ്കിൽ അകത്ത് എന്തുണ്ടാവണം? ക്രിസ്തുവിന്റെ സ്വഭാവം അകത്തുണ്ടാകണം. പരിവർത്തനം അകത്ത് വന്നാൽ മാത്രമേ ഒരു നീതിമാൻ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ യേശുക്രിസ്തു അനേകം പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണ് നമുക്ക് ആദ്യം അവൈലബിൾ ആവുന്ന കാര്യം. കാരണം ഗലീലിലൊക്കെ ഒത്തിരി സിനഗോഗുകളിലൊക്കെ കർത്താവ് ഓൾറെഡി പ്രസംഗിച്ചിരുന്നു. കർത്താവ് സുവിശേഷം പറയുന്നുണ്ടായിരുന്നു. എന്നാൽ 5ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കർത്താവിന്റെ ടീച്ചിങ്സിന് ഒരു ക്രോഡീകരിച്ച രീതിയിൽ നമുക്ക് ലഭിക്കാം. ഇവിടെ പറയുന്ന, അവൻ പുരുഷാരത്തെ കണ്ടാരെ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു, അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ. അപ്പോൾ ഇത് പുരുഷാരോടുണ്ട്, ശിഷ്യന്മാർ അടുത്തുണ്ട്. അപ്പം കർത്താവിനെ ദൂരെ നിന്ന് കേൾക്കുന്നവരുണ്ട്, അടുത്തുനിന്ന് കേൾക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ സന്ദർഭത്തിലും കറക്റ്റാണ്. ഈ നീതിയും അങ്ങനെ തന്നെയാണ്. ഈ നീതി ദൂരത്തുനിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പോലെ തോന്നും. എന്നാൽ അടുത്തുനിന്ന് കേൾക്കുമ്പോഴാണ് നമ്മളെ ചലഞ്ച് ചെയ്യുന്നത്, വെല്ലുവിളിക്കുന്നത്. ഇതെന്താണ്, എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊരു വെല്ലുവിളിയിലേക്ക് നമ്മൾ വരുന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ അവരുടെ ഉപദേശം എന്തെന്നാൽ, നമ്മൾ ആദ്യത്തെ ഒരു 11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതിനെ ഭാഗ്യവർണ്ണനകൾ എന്നാണ് പറയുന്നത്. ഭാഗ്യവർണ്ണനകൾ, ഫസ്റ്റ് 11 വേഴ്സസ്.
ഭാഗ്യവർണ്ണനകൾ അല്ലെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ഭാഗ്യവർണ്ണനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ എന്നുള്ള വെളിപ്പെടുത്തലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി ഭാഗ്യവാന്മാരെ കാണുന്നുണ്ടല്ലേ? നിങ്ങൾ ഒത്തിരി ഭാഗ്യവാന്മാരെ കാണുന്നുണ്ടാവല്ലോ. അവന്റെയൊക്കെ ഒരു ഭാഗ്യം കേട്ടിട്ടില്ലേ? പക്ഷെ നമുക്കതില്ല, നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം. അപ്പൊ എല്ലാവരും ഭാഗ്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ ഇത് ശരിക്കും ഭാഗ്യം എന്നുള്ളതിനേക്കാൾ ലക്ക് എന്നുള്ള അർത്ഥത്തിലല്ല ഇത് ബ്ലസ്സഡ്നെസ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന വലിയ ഭാഗ്യം ലഭിച്ചവർ. സോ ബ്ലസ്സഡ്നെസ്, ബ്ലസ്സഡ് ആർ ദോസ് ഹു ആർ പുവർ. ആരാണോ ദരിദ്രരായിരിക്കുന്നത് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ബ്ലസ്ഡ് ആണ്, ഭാഗ്യവാന്മാരാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ഈ ആത്മാവിലെ ദാരിദ്ര്യം എന്ന വാക്കാണ്. ഈ ആത്മാവിലെ ദാരിദ്ര്യമാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇത് വായിക്കുന്ന ആൾക്കാര്, ഇത് പ്രസംഗിക്കുന്ന ആൾക്കാരെല്ലാം ആദ്യം പരിശീലിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഇത് ആത്മീക ദാരിദ്ര്യം നമ്മളിൽ എന്തുമാത്രം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു പ്രസംഗമാണ്. അപ്പൊ നമ്മൾ ആത്മീകമായിട്ട് എത്ര ദരിദ്രന്മാരാണ്. എന്താണ് ഈ ആത്മീക ദാരിദ്ര്യം എന്ന് പറയുന്നത്? ഈ ദാരിദ്ര്യം എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ യഥാർത്ഥ അർത്ഥം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നടു ഒടിഞ്ഞ അവസ്ഥ എന്നാണ്. അതായത് കൂഞ്ഞു നടക്കുക, വയ്യാതെ. അപ്പം നീതി സംബന്ധമായി ദൈവത്തിന് മുമ്പിൽ ആത്മസംബന്ധമായി നടു ഒടിഞ്ഞ അവസ്ഥയിൽ ഇരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്ന് പറയാൻ സ്വയം ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത, നമ്മുടെ ദാരിദ്ര്യം കൊണ്ട് നടു ഒടിഞ്ഞു എന്ന് പറയുന്ന പോലെ. അതായത് ഈ എക്സ്ട്രീം പോവർട്ടി, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ദാരിദ്ര്യം. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ആർക്ക് വന്നിട്ടുണ്ടോ, സ്പിരിച്വൽ പോവർട്ടി ആർക്ക് വന്നിട്ടുണ്ടോ അവർ ഭാഗ്യവാന്മാർ. ബ്ലസ്സഡ് ആർ ദോസ് ഹു ആർ സ്പിരിച്വലി പുവർ. ഈ സ്പിരിച്വൽ പോവർട്ടി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മൾ വിചാരിച്ചാൽ അത് വരികയുമില്ല. ദൈവത്തിന് മാത്രം നമ്മൾ വരുത്താൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഭാഗ്യം എന്ന് വേണേൽ പറയാം, ഭാഗ്യവർണ്ണന. കാരണം ദൈവത്തിനല്ലാതെ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഈ സ്പിരിച്വൽ പോവർട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ സ്പിരിച്വൽ പോവർട്ടി ഉണ്ടാകുന്നത്? അത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്പിരിച്വൽ പോവർട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി സ്പിരിച്വൽ റിച്ച് ആയിട്ട് തോന്നുന്ന ആൾക്കാരാണ്. നമ്മൾ എന്തെങ്കിലും സഭയ്ക്ക് വേണ്ടി ചെയ്താലോ നമുക്ക് എന്തൊക്കെ ചെയ്തു എന്നൊരു ഫീലിംഗ് വരും. നമ്മൾ അത്ര നിസ്സാരന്മാരൊന്നും അല്ല, നടുഒടിഞ്ഞവരൊന്നും അല്ല. ആണോ? കുറച്ചൊക്കെ നമ്മൾ ഒപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യുന്നതിന് കണക്കുണ്ട്. ഇത്രയും ഞങ്ങൾ ചെയ്തു, കർത്താവിന് വേണ്ടി അധ്വാനിച്ചു, ചെറുപ്പകാലത്ത് ട്രാക്റ്റുമായിട്ട് നടന്നു, കഥകൾ കേട്ടിട്ടില്ലേ? എത്രയോ ഇടികൊണ്ടു. നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ആലോചിച്ചേക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു കാര്യമാണ്. 3 ദിവസം 15,000-ഓളം പേരോട് ഒരു മലയുടെ മുകളിൽ നിന്ന് പ്രസംഗിച്ചിട്ട് 3 ദിവസം ഇറങ്ങി വരുമ്പോ ഞാൻ മടുത്തത് എനിക്കിതിരി വെള്ളം താന്നല്ല പറഞ്ഞു. എന്താ പറഞ്ഞു? ഇവിടെ ഇരിക്കുന്നവർ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്, ഇവർക്ക് കൊടുക്കാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. കർത്താവിനെ കുറിച്ച് ചിന്തിച്ചതുപോലുമില്ല. ഞാൻ ആലോചിക്കരുത്, മൈക്രോഫോൺ സ്പീക്കറും ഇല്ലാത്ത കാലത്തും 15,000 പേരോട് സംസാരിക്കണമെങ്കിൽ ഒരു മലയുടെ മുകളിൽ കയറി അലറി വിളിക്കണം. അങ്ങനെ തന്നെ ഈ മലയിൽ കയറുന്ന പ്രസംഗിക്കാനുള്ള കാരണം അതാ. കാരണം ഇതിന്റെ റിവർബറേഷൻ ആ മുഴുവൻ സ്ഥലത്തോട്ട് എത്തും. അപ്പൊ അത്ര എഫേർട്ട് എടുത്ത് 3 ദിവസം പ്രസംഗിച്ചിട്ട് കർത്താവ് പറയാണ്, എവിടെയെങ്കിലും ബൈബിൾ കാണുന്നുണ്ടോ നിനക്ക് വേണ്ടി ഞാൻ ഉയർത്തിന്ന് വന്നതല്ലേടാ, എന്തെങ്കിലും മൈൻഡ് ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പരാതി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, എനിക്ക് ഉറക്കം, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശുക്രിസ്തു മിണ്ടിയിട്ടില്ല, കണക്ക് കൂടിയിട്ടില്ല, സ്പിരിച്വൽ റിച്ച്നെസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. കാരണം പിതാവിനെ മഹത്വപ്പെടുത്തണമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴേക്കും ഞാൻ എന്തുമാത്രം അധ്വാനിച്ച ഒരു ഫീലിംഗ് വരുന്നത്. അതിനല്ല മറ്റുള്ളവർ അത്ര ആരാധിക്കുന്ന ആളല്ലാന്ന്, അത്രയും വർക്ക് ചെയ്യുന്ന ആളല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നോ, അധ്വാനിക്കാൻ ഞങ്ങളൊക്കെ ഉള്ളൂ. ഉടനെ വരും ഇതിന്റെ കണക്ക്. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ മടക്കായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ കണക്ക് വരും. സ്പിരിച്വലി പൂറാവാൻ വലിയ പാടാ. നമ്മള് കർത്താവിന് വേണ്ടി ആ വൈബ്രേഷൻ വില കൊടുത്തവര് അല്ലെ, എന്ത് വില കൊടുത്തു? ഒന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റി. നമ്മൾ വിചാരിക്കും നമ്മൾ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു. ഈ പരീക്ഷന്മാർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അവര് സ്പിരിച്വലി റിച്ച് ആയിരുന്നു, അവർക്ക് ഒരിക്കലും കർത്താവിനെ അനുഭവിക്കാൻ പറ്റില്ല. ഈ സ്പിരിച്വൽ പോവർട്ടി ഉണ്ടാകുന്നതിന്റെ പഴയ നിയമത്തിൽ അനേക എക്സാമ്പിൾസ് ഉണ്ട്. പഴയ നിയമം നമ്മൾ എപ്പോഴും പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ വായിക്കുമ്പം വേറൊരർത്ഥത്തിലാണ് പഴയ നിയമം മുഴുവൻ നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. ഉദാഹരണത്തിന് യശയാവിന്റെ പ്രവചന പുസ്തകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 6-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. ഈ സ്പിരിച്വൽ പോവർട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗമാണ്. 6-ാം അധ്യായത്തില്
യെശയ്യാവ് ഉസ്സിയാരാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒരു പെട്ടെന്നൊരു കാഴ്ചയിലേക്ക് യെശയ്യാവ് പോവാണ്. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, അത് മുഴുവൻ വായിക്കേണ്ട കാര്യമില്ല. 3-ാം വാക്യത്തിൽ പറയുന്നു, വായിക്കാം. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉന്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വിചാരിക്കുന്നത് ഈ സാറാപ്പുകൾ ദൈവത്തെ ആരാധിക്കുമെന്ന്. ശരിക്കും പറഞ്ഞ അങ്ങനെ ആണെന്നും അല്ലെന്നും പറയാം. കാരണം ഈ സാറാപ്പുകൾ ദൈവത്തോടൊന്നും പറയുന്നില്ല. ഉണ്ടോ? ഇവർ ദൈവത്തോടല്ല പറയുന്നത്, ഒരുവൻ വേറൊരുവനോടാ പറയുന്നത്. ഒരു ദൂതൻ വേറൊരു ദൂതനോടാ പറയുന്നത്. എന്തായിരിക്കും പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇവരെന്തിനാ ഇത് മൂടി വെച്ചിരിക്കുന്നത്? കണ്ണു മൂടി വെക്കുന്നത്? അവർക്ക് ആ പരിശുദ്ധിയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. എന്തിനാ കാല് മൂടി വെച്ചിരിക്കുന്നത്? അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് ആ ദൈവത്തിന്റെ മുന്നിലേക്ക് വരുമ്പം ഇമ്പ്യൂർ ആയിട്ട് തോന്നുക. ദൂതന്മാർ ഒരു തെറ്റും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് മുമ്പിലേക്ക് വരുമ്പം ഈ ദൈവത്തെ നോക്കാനുള്ള പരിശുദ്ധിയോ കാല് കാണിക്കാൻ, അതായത് നമ്മുടെ നടപ്പ്, ഈ ദൂതന്മാർ എന്ത് ചെയ്തിട്ടാ? പാവങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവർക്ക് ഈ ദൈവത്തിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു ഇമ്പ്യൂർ ആണ് ഞാനെന്നൊരു ഫീലിംഗ് ഉള്ളിലേക്ക് വരുക. നിലത്ത് നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ വെപ്രാളമാണ് ശരിക്കും കാണിക്കുന്നത്. ആ വെപ്രാളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ യെശയ്യാവിന്റെ മനസ്സിലൂടെ പോകുന്നത് എന്നറിയോ? ഇത്രയും വിശുദ്ധരായ ദൂതന്മാർ ദൈവത്തെ നോക്കാനും അവന്റെ മുഖത്ത് നോക്കി നീ പരിശുദ്ധത്ത് പറയാൻ പോലും പേടിച്ചിട്ട് ഇവര് മുഖം മൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ വിശുദ്ധനാന്ന് വിചാരിച്ച് നാട്ടുകാരെ മുഴുവൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ ഈ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കണ്ടുപോയല്ലോ. അപ്പോ പെട്ടെന്ന് ഈ ഒന്നുമല്ലായ്മ ഇങ്ങോട്ട് വരുക, യെശയ്യാവിന്റെ ഉള്ളിലേക്ക് വരുക. ഒരു വെപ്രാളം, അയ്യോ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ. ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ മറന്നു പോകുന്ന ഒരു രീതിയിൽ ഒരു വലിയ ഓസംനെസ്സിനകത്തോട്ട് ചെന്നങ്ങ് ചാടി യെശയ്യാവ്. ആ കാഴ്ച കണ്ടതോടെ യെശയ്യാവ് മാറിപ്പോയി. യെശയ്യാവ് മാറിപ്പോയി മാത്രമല്ല, യെശയ്യാവിന്റെ ദൗത്യം തന്നെ മാറിപ്പോയി. അവിടെ വെച്ച് അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊഴിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു പറഞ്ഞു. ഈ പ്രസംഗകന്റെ അവസ്ഥയാണ് അത്. ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ 1-ാം അധ്യായം വായിക്കുമ്പോ എന്തോ അയ്യോ കഷ്ടം കഷ്ടം തന്നെ പ്രവചിക്കുന്നു അല്ലെ? കാളവന്റെ ഉടയവനെ കഴുതന്റെ യജമാനെയൊക്കെ അറിയുന്നു, എന്നാൽ എന്റെ ജനം അറിയുന്നില്ല. എന്തൊക്കെ വഴക്ക പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 6-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ഈ പ്രസംഗിക്കാൻ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് സാധാരണഗതിയിൽ അഹങ്കാരമുണ്ട്. അവരുടെ ചിന്ത, മുമ്പിൽ ഇരിക്കുന്നവർക്കെല്ലാം കുറെ പ്രശ്നങ്ങളുണ്ട്, അതിന്റെ എല്ലാം പരിഹാരം എന്റെ കയ്യിലുണ്ട്, ഇതാ നിങ്ങൾ കേട്ടോ. ഇങ്ങനൊരു ഫീലിംഗിലായി മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ. പക്ഷെ ഇപ്പോഴാണ് യെശയ്യാവിന് മനസ്സിലായത് അവർക്കുള്ള അതേ പ്രോബ്ലം തന്നെയാണ് എനിക്കുള്ളത്. അല്ലെ? അങ്ങനെയല്ലേ? അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. അവരും എനിക്കും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ചീത്ത പറയുന്നവനും ചീത്ത കേൾക്കുന്നവനും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ഇതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇനി ഒന്നും ദൈവത്തിന് മുമ്പിൽ അവകാശപ്പെടാനില്ല. പാപിയായിട്ടും അകൃത്യം ചെയ്തവനായിട്ടും യെശയ്യാവ് എന്ന വലിയ പ്രവാചകൻ പോയി ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ദൂതൻ എന്താ പറയുന്നത്? ഇതാ സാറാപ്പുള്ളടുത്ത്, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്കായി പോകും. ഇനി നമ്മൾ ഒരു സീൻ മാറുകയാണ്. ഈ ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരായിരുന്നു? പിതാവാണോ പുത്രനാണോ? ഇവിടെ സൈന്യങ്ങളുടെ യഹോവ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലേ? പക്ഷെ പിതാവാണോ പുത്രനാണോ? യോഹന്നാൻ പറയുന്നത് പുത്രനാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം വായിച്ച്. യോഹന്നാൻ 12-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം.
ആ ആ അവർക്കാണെങ്കിൽ അവൻ ഇത്ര വളരെ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. അപ്പൊ യോഹന്നാൻ പറയാണ്, അത് ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിരിക്കുകയാണ്, കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. അപ്പൊ ഇത് എത്ര അധ്യായത്തിലാണ് അതുള്ളത്? ഞങ്ങൾ പറഞ്ഞത് ആർ വിശ്വസിച്ചിരിക്കുന്നു. എത്ര അധ്യായം? 53 അധ്യായം. ഇതിന്റെ തുടക്കം അങ്ങനെയാണ്. ഇതൊക്കെ അറിയാലോ അല്ലേ? അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നു, അത് 6 അധ്യായം. അവിടെ എന്താ പറയുന്നത്? അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കി ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം ഫലിപ്പിച്ചിരിക്കുന്നു. അപ്പൊ യെശയ്യാവിനോട് ഈ മെസ്സേജ് കൊടുക്കുമ്പോഴേ ദൂതൻ പറയുന്നുണ്ട് അവരുടെ കണ്ണ് കുരുട. ഈ മെസ്സേജ് കേൾക്കുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? ആർക്കും ഒന്നും പിടികിട്ടില്ല. കുറെ ആൾക്കാരുടെ കുരുടത്വം വരും. അപ്പൊ യെശയ്യാവയ്ക്ക് എത്ര നാൾ അത് ഒന്നും അവശേഷിക്കാതെ എല്ലാം നശിക്കുന്നവരെ അതിനൊരു റെമനന്റ് മാത്രമേ രക്ഷപ്പെടുള്ളൂ. അതിന്റെ അടുത്ത വായിക്കാൻ നോക്കി, 12 യോഹന്നാൻ 12:41. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാവുന്നു ഇത് പറഞ്ഞത്. അപ്പൊ ആരെക്കുറിച്ചാ പറയുന്നത്? ആരെക്കുറിച്ചാ? അപ്പൊ യോഹന്നാൻ കാണുന്ന 2 കാഴ്ചകളാണ്. ഒന്ന്, ദൂതന്മാർ പോലും നോക്കാൻ ഭയപ്പെടുന്ന പുത്രന്റെ തേജസ്. 53 അധ്യായത്തിലേക്ക് വരുമ്പോൾ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് തകർക്കപ്പെട്ട, മരുഭൂമിയിലൂടെ രൂപഗുണമില്ലാതെ നമ്മുടെ അകൃത്യങ്ങളും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദാസനായിട്ടും ഒരൊറ്റ ആളെയാണ് കാണുന്നത്. അപ്പൊ യെശയ്യാവ് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത്രയും വലിയ കർത്താവ്, തേജസിന്റെ കർത്താവ്, ഇങ്ങനെ ഒന്നുമില്ലാത്തവനായി മണ്ണിലോട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ യോഹന്നാൻ എങ്ങനെ യെശയ്യാവിന്റെ പ്രവചനത്തെ വ്യാഖ്യാനിച്ചത് ഇത്ര കറക്റ്റായിട്ട്. നമ്മൾ ചുമ്മാ യെശയ്യാവിന്റെ പ്രവചനം വായിച്ചിട്ട് അത് അപ്പോസ്തലന്മാർ കണ്ടൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയിലൂടെ തന്നെ നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കണം. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പുത്രനെ കുറിച്ചുള്ള 2 വിഷൻസ് ആണ് ഈ യെശയ്യാവിന്റെ പ്രവചനത്തിന്റെ പ്രധാനപ്പെട്ട കീ പോയിന്റ്സ്. ഒന്ന്, സിംഹാസനസ്ഥനായ ദൂതന്മാർ പോലും നോക്കാൻ ഭയപ്പെടുന്ന തേജസ്സുള്ള കർത്താവായിട്ടും, അതേ കർത്താവിനെ ഏറ്റവും താണവനായി, തകർക്കപ്പെടുന്നവനായി, മറ്റുള്ള അതിക്രമങ്ങൾ നിമിത്തം തകർക്കപ്പെടുന്നവനായ ഒരു ദാസനായിട്ടും ഒരേ സമയത്ത് യെശയ്യാവ് ചിന്തിക്കുകയാണ്, ഇത് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ദൈവം ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ മണ്ണിലൂടെ നടന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരെങ്കിലും വിശ്വസിക്കും? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, യെശയ്യാവ് ഇനി മേലിൽ പറയാൻ പോകുന്നത് മൊത്തം യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അതായത് ഈ തീക്കനൽ തൊടുവിച്ച ശേഷമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു പ്രവചനം പറയാൻ യെശയ്യാവിന് പറ്റിയത്. അതുവരെ കർത്താവിനെ കുറിച്ച് അവൻ നിശബ്ദനായിരുന്നു. എന്നാൽ 7-ാം അധ്യായത്തിൽ പറയാണ്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇനി മൊത്തം നിങ്ങൾ യെശയ്യാവിന്റെ പ്രവചനം വായിച്ചു നോക്കിയാൽ മെസ്സിയാനിക് പ്രോഫസീസിന്റെ ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഈ അതരം ശുദ്ധമായ അന്നേരം തൊട്ട്. ഇത് തന്നെയാണ് നമ്മൾ ഗിരിപ്രഭാഷണത്തിലും കാണുന്നത്. അതായത് ഗിരിപ്രഭാഷണം കർത്താവിനെ വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ നീതിയെ നമ്മൾ നോക്കുന്നത് ഇപ്പൊ ചെയ്ത് തീർത്തേക്കാന്നുള്ള രീതിയിലല്ല, വിറയലോടെയാണ്. കാരണം അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത് അതിഭയങ്കരമായ ദൈവിക തേജസ്സോടെയാണ്. ആ നീതിയുടെ വെളിപ്പാട്. ആ നീതിയുടെ മുൻപിലാണ് ഞാൻ നടു ഒടിഞ്ഞവനെ പോലെ നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ആത്മീക ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്റെ ഉള്ളിലേക്ക് വന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ ചികിത്സ എനിക്ക്, ആ വൈദ്യനെ എനിക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഒരു ആത്മീക ദാരിദ്ര്യം ഉണ്ടാവുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രയാസമാണ്. അത് ദൈവത്തിന്റെ ഒരു വെളിപ്പാടിലൂടെ മാത്രം നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അവന്റെ പ്രസൻസിലൂടെ മാത്രം. ആരാണ് കർത്താവെന്ന് മനസ്സിലാകുന്തോറുമാണ് നമ്മൾ തകർക്കപ്പെട്ട് വരുന്നത്. എനിക്കൊന്നും അതുകൊണ്ടാ ഒരു ശരിയായ വർഷിപ്പ്, നമ്മൾ ശരിക്കും ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു, ഞാൻ അവരെക്കാൾ ഭേദം, നിങ്ങളൊക്കെ നന്നാത്, ഇതെന്റെ തലേന്ന് പോകാൻ ഭയങ്കര പാടാണ്. പക്ഷെ അത് പോയേ പറ്റും. അത് പോകാതെ നമുക്ക് കർത്താവിനെ അനുഭവിക്കാനോ അറിയാനോ സാധിക്കില്ല. അപ്പോൾ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പം, ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എന്റെ ചിന്ത, പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. ഈ അനുസരണം, ഈ ഗിരിപ്രഭാഷണത്തിന്റെ അനുസരണം, അതെങ്ങനെ സാധിക്കും? അപ്പൊ ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇതെല്ലാം അനുസരിക്കാൻ പറ്റും? അപ്പൊ നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂടിനെടുത്ത് എറിഞ്ഞു കളയുക. കണ്ണിടർച്ച വരുന്നുണ്ടോ? കണ്ണിടർച്ച വരുന്ന കൈ വയ്ക്കുക. അയ്യോ, ഇടർച്ചയേ ഉള്ളൂ. നമ്മൾ എവിടെ നോക്കിയാലും ഇടർച്ച. ഒരു നല്ല വണ്ടി കാണും, നമുക്ക് തോന്നുന്നു ഇത് മേടിച്ച കൊള്ളായിരുന്നു. ആരാ ഇത് കാണിച്ചു തരുന്നത്? കണ്ണ്. ഈ കണ്ണെന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നെങ്കിൽ
വീടിന് ഏത് ടൈൽസ് ഇടും നമ്മൾ നോക്കണ്ട. ഡ്രസ്സ് ഏതായിട്ടിരിക്കുന്ന വെള്ളവസ്ത്രം തന്നെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കണ്ട, അല്ലെ? നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ലാതെ ഞാൻ വെള്ളവസ്ത്രം ഇട്ടിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു? പറ. ഇല്ല. ആരെല്ലാം ആഭരണം ഇടാതെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവൂ? ഇല്ല. ആഭരണം ഇട്ടുണ്ടോ എന്നോ മനസ്സിലാവൂ? ഒന്നും മനസ്സിലാവൂല. നമ്മളിങ്ങനെ തപ്പി തപ്പി നടക്കും. ആരുടെ മോഹവുമില്ല, ഒന്നും കണ്ടിട്ടുമില്ല. എങ്ങനെയുണ്ട്? ഒരു വലിയ പങ്ക് ഇടർച്ച അങ്ങ് പോയേനെ. ആ ഡ്രസ്സ് വാങ്ങിച്ചാൽ കൊള്ളാം, അത് പോയേനെ. അങ്ങനെ ഒരു വീട് പണിതാൽ കൊള്ളാം, പോയേനെ. എല്ലാം പോയേനെ. ഞാൻ ഒരു ദിവസം കർത്താവിന്റെ പറഞ്ഞു, എന്റെ കർത്താവ് കണ്ണും കൊണ്ട് എന്ത് ദോഷമാണ്, മൊത്തം ദോഷങ്ങൾ കണ്ണിനകത്തോടെ കയറി വരുന്നവരാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ ആന്ധ്രയിലായിരിക്കുമ്പോഴാണ്, ഞങ്ങൾ ആന്ധ്രയിൽ പോയിരിക്കുന്ന സമയത്ത്. പക്ഷെ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോണ്ടല്ലോ എന്റെ 2 കണ്ണും നീര് വെച്ചിരിക്കുന്നു. രാത്രി ഇങ്ങനെ പറഞ്ഞിട്ട് കിടന്നേ ഉള്ളൂ. നേരം വെളുത്ത് എഴുന്നേറ്റ് 2 കണ്ണും നീര് വെച്ചിരിക്കും. ഭയങ്കര വേദന. ഡോക്ടറെ അടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാം ഗ്ലൂക്കോമയാണ്, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ശരിക്കും ആശ്വാസമായല്ലേ എനിക്ക്? എന്താ കാരണം? ഇനിയൊന്നും കാണണ്ടല്ലോ, ഇനി ഇടർച്ച കുറഞ്ഞില്ല, അത്രയും കുറഞ്ഞില്ലേ അല്ലെ? കണ്ണിടർച്ച വരുത്തി എന്ത് ചെയ്ത് കളയണം? അന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ആരാണ്. ഞാൻ കർത്താവിനെ നിലവിളിച്ച, എന്റെ കർത്താവേ ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം, എന്റെ കണ്ണ് നീ ഒന്നും ചെയ്യല്ലേ നിലവിളിച്ച്. ഇത്ര നാളായിട്ടൊന്നും പറ്റിയിട്ടില്ല. അപ്പം എന്നോട് കർത്താവ് പറഞ്ഞു, എന്താ നീ ചൂടിനെടുത്തെറിഞ്ഞ് കളയാൻ പോയിട്ട് ഞാൻ എടുത്താൽ പോലും നീ സമ്മതിക്കില്ല. അതാണ് ഇത്രയും വലിയ പ്രശ്നക്കാരനായ ഞാനാണ് ഇതിനെക്കുറിച്ച് ഇനി പ്രസംഗിക്കാൻ പോകുന്നത്. നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇതെങ്ങനെ അനുസരിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വന്നു കിടക്കുക. കൈ വെട്ടിക്കളയുക, സഹോദരൻ പുതപ്പെടുത്ത് ഉടുപ്പും കൂടെ കൊടുത്തു വിടുക, ആരെങ്കിലും നിങ്ങളുടെ അതിരുമന്തിയല്ല സ്ഥലം മൊത്തത്തോടെ കൊടുത്തേക്കും. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു വീട് എനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തേക്കും. എത്ര പേർക്ക് അനുസരിക്കാൻ താല്പര്യമുണ്ട്? ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇതെങ്ങനെ ഇതിനകത്തോട്ട് നമ്മൾ കയറും? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ കയറാൻ? ഞാനുള്ള സത്യം പറയട്ടെ, എനിക്ക് 19 വയസ്സായി. 19 അല്ല, 50 വയസ്സായി. ഇന്നേ വരെ ഈ ഗിരിപ്രഭാഷണത്തിൽ ഒരു കൽപ്പന പോലും അനുസരിച്ച് ഒരാളെ പോലും ഞാൻ കണ്ടില്ല. ഈ ഷാർജയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പിൽ എന്നെ ഒന്ന് പരിചയപ്പെടുന്നു. ഞാനിത് പറയാൻ കാരണം, ഈ നീതി ഇല്ലാത്ത ഒരാൾ സ്വർഗത്തിൽ പോത്തുമില്ല. അതും എന്നാ പിന്നെ കർത്താവ് വിചാരിക്കാണ്, ഇത് ഭയങ്കര പാടാ, എന്നാ പിന്നെ ഇവരെ വിട്ടേക്കാം, അനുസരിക്കണ്ട പോട്ടെ. ഞാൻ പിന്നെ ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഒരു കേക്ക് വേണമെങ്കിൽ ഞെട്ടിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പോട്ടെ എന്ന് കർത്താവ് പറയുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന്. പക്ഷെ ഇത് അനുസരിക്കാത്ത ഒരുത്തനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് അനുസരിച്ചേ പറ്റൂ. പക്ഷെ അനുസരിക്കുന്ന ഒരാളെ പോലും നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പൊ ആരെങ്കിലും സ്വർഗത്തിൽ കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം അതാണ് ഇത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആരെങ്കിലും ഒരാൾ സ്വർഗത്തിൽ കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരവില്ല. നമ്മുടെ പ്രത്യാശയെല്ലാം ആവിയായി പോകും. കാരണം ഇതനുസരിക്കാത്തവനോട് കേട്ടത്തില്ല. ഇതനുസരിച്ച് ആരെയും ഞാൻ കണ്ടിട്ടുമില്ല. എന്നാൽ ഞാൻ സ്വർഗത്തിൽ പോകും. അതെങ്ങനെ പോകും എന്നുള്ളതാണ് ഈ പുതിയ നിയമത്തിന്റെ ടീച്ചിങ്. അനുസരിക്കാത്ത ആരോടെ പോകില്ല, അനുസരിക്കുന്ന ആരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പോകും. എങ്ങനെ പോകും? അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങൾ അപ്പോസ്തലന്മാരായത് തന്നെ ഇത് അനുസരിപ്പിക്കാൻ വേണ്ടിയാണ്. റോമാലേഖനം 6:1 പറയുന്നത്, സകല ജാതികളിലും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കേണ്ടതിന്. അപ്പൊ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മളെ ഇത് അനുസരിപ്പിക്കാൻ വേണ്ടി. അപ്പൊ റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ എഴുതിയേക്കുന്ന എന്നാന്നറിയാം, ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന. ദൈവം സഹായിച്ച് ആരും തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് ഇതെന്താണ് ഒരു പിടിയും ആർക്കുമില്ല. പക്ഷെ ഇതിനകത്ത് കൃത്യമായ ഉത്തരവുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഇത് അനുസരിക്കുന്നതെന്നുള്ളത്. അപ്പം ഗിരിപ്രഭാഷണം പഠിക്കുക എന്നുള്ളതിനേക്കാളും നമ്മളത് ഓരോ വാക്യവും പഠിക്കും ഈ ദിവസങ്ങളിൽ. പക്ഷെ അതെങ്ങനെ നമുക്ക് അനുസരണമായി മാറുന്നുള്ളതല്ലേ അതിന്റെ പ്രധാന വിഷയം, അല്ലെ? ആ അനുസരണമായി നമുക്കിത് മാറിയില്ലെങ്കിൽ എന്ത് പഠിച്ചിട്ട് എന്ത് കാര്യം? ഞങ്ങൾക്ക് ഗിരിപ്രഭാഷണം തന്നെ ക്ലാസ് ആയിരുന്നു. ഒരാള് ചേസ് എന്ന് പറഞ്ഞ ഒരുത്തനാണ് നിന്ന് പഠിപ്പിച്ചത്. പുള്ളി പറഞ്ഞ എന്താ മനസ്സിലായി? പുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഗ്രീക്കിൽ ടോക്കോസ് എന്നാണ്. ടോക്കോസ് പറഞ്ഞു കഴിഞ്ഞാൽ നടു ഒടിഞ്ഞു എന്നാണ് അർത്ഥം. അതിനെന്താ? അതിനൊന്നുമില്ല. ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആണോ? മനസ്സിലായി. ഓക്കെ. ഇങ്ങനെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ സഹോദരൻ?
ഇങ്ങനെയാണ് സാത്താൻ വചനം പഠിക്കുന്നത്. അവൻ എല്ലാവരെയും എല്ലാ വാക്യവും അറിയാം, തിയോളജി അറിയാം, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനമില്ല. ഈ പ്രയോജനമില്ലാതെ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പം നമ്മളിത് ഗിരിപ്രഭാഷണത്തെ കുറിച്ച് നല്ലൊരു പ്രസംഗം കേട്ടു. ഞാൻ ഒരു കാര്യം നിങ്ങളിവിടെ, ഞാൻ പ്രസംഗിക്കാൻ വന്ന ആളല്ല. ഞാൻ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചർച്ചിൽ, IPC ചർച്ചിൽ പ്രസംഗിക്കാറ്. അപ്പം അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ഈ പ്രസംഗനാണ് വന്നത്. ഞാൻ ചോദിച്ചു, ഏത് പ്രസംഗന്? പുള്ളി പേര് പറഞ്ഞു, ഭയങ്കര പ്രശസ്തനായ പ്രസംഗൻ. അപ്പൊ ഞാൻ ചോദിച്ചു, റെക്കോർഡ് ചെയ്തു? അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു, അവർ പറഞ്ഞു റെക്കോർഡ് ചെയ്തിട്ടില്ല, പുള്ളി റെക്കോർഡ് ചെയ്യരുത് പ്രത്യേകം പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചാൽ എന്താ? പുള്ളി പറഞ്ഞു, അടുത്ത ആഴ്ച ഗൾഫിൽ പോകുന്നുണ്ട്, അവിടെ പ്രസംഗിക്കാനുള്ള പ്രസംഗമാണ്, നേരത്തെ റെക്കോർഡ് ചെയ്ത് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രസംഗിച്ചാൽ ഒരു ഗുമ്മ് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ പുതിയ പ്രസംഗം ഗൾഫിലേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് എന്താണ്? A+B² = A² + 2AB. രാവിലെ വേറൊരു സാധനം ഞാൻ ചോദിച്ചായിരുന്നല്ലേ, A+B² = അത് പറഞ്ഞ A+B³ = AQ + 3 A²B + 3 AB² + B³ എന്ന് ഞാൻ ഇന്ന് ഓർത്തിരിക്കാനുള്ള കാരണം, അന്ന് 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറ് തിരിച്ചും മറിച്ചും തിരിച്ചും ഒരേ കാര്യം തന്നെ ആ ക്ലാസ്സിലെ പുറകിലത്തെ ബെഞ്ചിൽ ഇരിക്കുന്നവരെ ഒരു മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടാണ് അതിങ്ങനെ മനസ്സിൽ നിന്ന് വെള്ളം പോലെ വരുന്നത്. ആ സാറ് പറയാ, ഒരു പ്രസംഗം ഒരിടത്തെ പ്രസംഗിക്കുള്ളൂ, രണ്ടാമത് പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെല്ലാം വെള്ളം കുടിച്ചാൽ. അപ്പൊ ശരിക്കും നല്ലൊരു പ്രസംഗം പ്രസംഗിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ എല്ലാവരും ഈ അനുസരണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏതൊരു അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഉദ്ദേശം. അതിന് ഒരു കാര്യം ചിലപ്പോൾ 10 പ്രാവശ്യം പറഞ്ഞിട്ട് വരും. കാരണം അവരുടെ പുറകെ എന്ന് പറയണേ മനസ്സിലായില്ല, പക്ഷെ വീണ്ടും അത് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു പ്രസംഗം 7 ദിവസം കേട്ടിട്ട് ഒരു പ്രയോജനമില്ല. ഞങ്ങൾ ബൈബിൾ സ്റ്റഡി നടത്തി കേട്ടോ എന്ന് പറയുന്നത് എന്ത് പ്രയോജനം? വി നീഡ് ടു സീ ഹൗ വി ക്യാൻ ഒബേ ഇറ്റ്. ആ ഒബീഡിയൻസ് ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. ഈ അപ്പോസ്തലിക ശുശ്രൂഷകളുടെ തന്നെ കാരണം, എന്തിനാണ് ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ഇവരെയൊക്കെ നിയമിച്ചെന്നറിയാം? നമ്മളെല്ലാം ഇതിന്റെ അനുസരണത്തിലേക്കും ക്രിസ്തുവിന്റെ തികഞ്ഞ പുരുഷത്വത്തിലേക്കും വരാൻ വേണ്ടിയാണ്. വേറെ ഒരു ഉദ്ദേശമില്ല. കൃപാവരങ്ങൾ നമുക്ക് നൽകിയതും ഇതിന്റെ അനുസരണത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലെ പാപികളും ദരിദ്രരും ആത്മീകമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാതെ ഇൻകപ്പാസിറ്റേറ്റഡ് ആയിട്ടുള്ള നമ്മള് ഇത് അനുസരിക്കുന്നവരായി മാറണമെങ്കിൽ വലിയൊരു പണി നമ്മുടെ അകത്ത് നടക്കണം. അത് നടക്കാതെ നമുക്ക് ഇത് അനുസരിക്കുന്നവരായി മാറാൻ സാധിക്കത്തില്ല. ഈ ഗിരിപ്രഭാഷണം എന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന നീതിയാന്നുള്ള രീതിയിൽ എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് വിശ്വാസത്താൽ മാത്രം സമീപിക്കാൻ പറ്റുന്ന, റെവറൻസോട് കൂടി മാത്രം സമീപിക്കാൻ പറ്റുന്ന ക്രിസ്തുവിന്റെ നീതിയാണ് ഈ ന്യൂ ടെസ്റ്റാമെന്റിൽ വെളിപ്പെട്ട് വരുന്നത്. ഈ ക്രിസ്തുവിന്റെ നീതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്തിനാണ് അങ്ങനെ ഒരു നീതി ദൈവം പ്രസന്റ് ചെയ്യുന്നത്? ദൈവം ഇങ്ങനെ നമ്മളെ ദരിദ്രരാക്കുന്ന, നമ്മളെ നിസ്സഹായരാക്കുന്ന ഒരു നീതി പ്രസന്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതിന്റെ കാരണം റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ആകയാൽ നമുക്ക് എന്തെങ്കിലും വിശേഷതയുണ്ടോ? യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നുവെന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. അപ്പൊ എല്ലാവരും ഒരുപോലെ ദരിദ്രരാണ്. 10-ാം വാക്യത്തിൽ പറയാണ്, നീതിമാൻ ആരുമില്ല, അല്ലെ? ഒരുത്തൻ പോലുമില്ല. മോശയുടെ ന്യായപ്രമാണം അത്രയും നാള് 2000ഓളം വർഷം അവരുടെ കയ്യിൽ ഇരുന്നിട്ടും ഒരൊറ്റ നീതിമാൻ പോലും ഉണ്ടായില്ല. അതെന്തുകൊണ്ട് അങ്ങനെ? എന്തുകൊണ്ട് അങ്ങനെ നീതിമാന്മാർ ഉണ്ടാകാത്തത്? റോമാലേഖനത്തിൽ പറയുന്നു, ന്യായപ്രമാണം കൊണ്ട് ഒരു നീതിമാനെ ഉണ്ടാക്കാനോ സാധിക്കുകയില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യായപ്രമാണം നമ്മളെ അനുസരിപ്പിക്കുന്നത് നീതിയിൽ നിന്നല്ല, ഭയത്തിൽ നിന്നാണ്. ഉദാഹരണത്തിന്, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നിരിക്കട്ടെ. അതിൽ മൂത്ത മകൻ ഭയങ്കര ധിക്കാരി, അഹങ്കാരി, അനുസരണക്കേടുള്ളവനാണെന്ന് വിചാരിച്ചു. 2ാമത്തെ മകൻ ഭയങ്കര പാവം, എല്ലാം അനുസരിക്കുന്ന നീതിമാനായ ഒരാളെന്ന് വിചാരിച്ചു. അങ്ങനെ ആരും ലോകത്തില്ല, ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യത്തെ മകന്റെ അപ്പം പറയാണ്, ഞാൻ നിന്നൊരു പണി ഏൽപ്പിക്കുകയാണ്, ഈ വീടല്ല ഇന്ന് ക്ലീൻ ചെയ്തിട്ട് പോകണം. അപ്പൊ മകൻ പറയാണ്, എനിക്ക് സൗകര്യമില്ല. അപ്പൊ അപ്പം പറയാണ്, മര്യാദയ്ക്ക് ഇത് നീ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കാത്തൊരു മകൻ എനിക്ക് എന്തിനാണ്? അപ്പം പോയി കഴിഞ്ഞപ്പോ ഞാൻ ആലോചിക്കുക, വിതയ്ക്കാത്തർന്ന് കൊയ്യുകയും വിതറാത്തർന്ന് ചേർക്കുകയും ചെയ്യും ദുഷ്ണായ എന്റെ അപ്പൻ എന്നെ ഇറക്കി വിടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്തെങ്കിലും ചെയ്ത അടിച്ചു വാരിയേക്കാം. ഈവൻ അതെല്ലാം അടിച്ചു വാരി. എന്തുകൊണ്ട് അടിച്ചു വാരിയത്? ഈ 2ാമത്തെ ചൂട് കൊണ്ട്. അതല്ല, എന്ത് കാരണത്താൽ അടിച്ചു വാരിയത്? അപ്പൻ ഇറക്കി വിടുന്ന് പേടിച്ചിട്ടാ. കാരണം അവൻ തന്നെത്താൻ സന്ധാരണം ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. ധിക്കാരം മാത്രമേ ഉള്ളൂ, കയ്യിലൊന്നുമില്ല.
രണ്ടാമത്തെ മകൻ ഒരു ദിവസം വന്ന് ചിന്തിക്കുകയാണ്, എന്റെ അപ്പനും അമ്മയ്ക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു, ഞാൻ അങ്ങ് ഒരു ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച അവനും. അപ്പൊ രണ്ടുപേരെ നമ്മൾ നോക്കുമ്പോൾ അടിച്ചു വരുന്നുണ്ട്. ഇതിലാരാ നീതിമാൻ? നീതിമാൻ ആരാ? പേടിച്ചനുസരിച്ചവനാണോ അതോ സ്നേഹത്തിനനുസരിച്ചവനാണോ നീതിമാൻ? അപ്പൊ നീതിമാനെ ഉണ്ടാക്കണമെങ്കിൽ നിയമം മതിയോ അതോ ഹൃദയം മാറണോ? പറ. നീതി പ്രവൃത്തി ഉണ്ടാക്കാൻ നമ്മൾ തോക്ക് കാണിച്ചാൽ മതി, എന്ത് വേണമെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. കാരണം എല്ലാവർക്കും ഈ മരണഭയം ഉള്ളതുകൊണ്ട് ആരെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കും. പക്ഷെ ആളെ നീതിമാനാക്കാൻ പറ്റില്ല. നീതിമാനാകണമെങ്കിൽ അകത്ത് എന്തുണ്ടാവണം? ക്രിസ്തുവിന്റെ സ്വഭാവം അകത്തുണ്ടാകണം. പരിവർത്തനം അകത്ത് വന്നാൽ മാത്രമേ ഒരു നീതിമാൻ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അവിടെ പറഞ്ഞ പുതിയ നിയമത്തിൽ പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതായത് ഞാൻ വ്യഭിചാരം ചെയ്യാത്തതും മോഷ്ടിക്കാത്തതും പൈസ അടിച്ചു മാറ്റാത്തതും കൊലപാതകം ചെയ്യാത്തതും ഒന്നും നരകത്തിൽ പോകുന്നു പേടിച്ചിട്ടല്ല. കർത്താവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധത്താൽ എന്റെ ഹൃദയം മാറിപ്പോയതുകൊണ്ടാണ്. എനിക്കത് അറപ്പും അസ്വസ്ഥതയും മാറിയതുകൊണ്ടാണ്. അത് ദൈവം അങ്ങനെ മാറ്റിയത് കൊണ്ടാണ്. ആ ഹൃദയ പരിവർത്തനം ഇല്ലാതെ നീതിമാന്മാരുണ്ടാകുന്നില്ല, നീതി പ്രവൃത്തി ഉണ്ടാകും. ഞാൻ പലപ്പോഴും ഗൾഫിൽ വരുമ്പം ഇവിടുത്തെ ആൾക്കാർ ഡീസന്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേ ആൾക്കാർ കേരളത്തിൽ വരുമ്പോൾ ഒരു മര്യാദ ഇല്ലാതാണ് ഓടിക്കുന്നതെന്ന് എനിക്കറിയാം. ഇവിടെ എന്തോ ഡീസന്റ് എന്നറിയോ? അവര് ലൈനിൽ വെയിറ്റ് ചെയ്യുന്നു, അടുത്ത വണ്ടി പോകാൻ വേണ്ടി. അതും ഞാൻ ഒരു ദിവസം ഒരാളോട് ചോദിച്ചത്, ഇത്രയും ബാക്കിൽ നിന്നത് കുറച്ചുകൂടെ മുട്ടിച്ചു നമ്മുടെ സ്വഭാവമാണല്ലോ. കേരളത്തിൽ ഒരു മീറ്റർ പുറകിലോട്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ അതിനിടെ ഒരു ഓട്ടോക്കാരൻ വന്ന് ആ 1 മീറ്ററിനകത്ത് നിർത്തി കഴിഞ്ഞു. അപ്പൊ നമ്മൾ നമ്പർ പ്ലേറ്റ് ഒന്നും കാണാത്ത രീതിയിൽ വിൻഡോ ടു വിൻഡോ ബമ്പർ ടു ബമ്പർ ആണ് കേരളത്തിൽ ഓടിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ത് ഡീസന്റാ! ഞാൻ ഈ ഖത്തറിലൊക്കെ ഇരുന്ന് കുറച്ചുകൂടി ഡീസന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇവിടെ കുറച്ചൊക്കെ ഇത്, പക്ഷെ അവിടെ ഭയങ്കര ഡീസന്റ് ആണ്. ആ അകലമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് മലയാളികൾ തന്നെയാണോ എന്ന് എനിക്ക് സംശയം. അത്ര ഡീസന്റ് ആണ്. അതെന്താ അങ്ങനെ? നമ്മൾ നന്നായതാണോ? അല്ല, നമ്മൾ നന്നാവൊന്നുമില്ല. അതാ നിയമം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. ആ നിയമം അവിടെ നിന്ന് 2000 റിയാൽ ഫൈൻ അങ്ങ് മാറിയാൽ നമ്മൾ പറപ്പിക്കൽ കാണാം. ശരിയാണോ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമം എന്തിനു കൊള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഗുരുത്വം കെട്ടവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. അത് ഒരാളെയും നീതിമാനാക്കുന്നില്ല, ഈ അനീതിയും ദുഷ്ടതയും തടയുന്നതേ ഉള്ളൂ. അപ്പൊ മനുഷ്യരുടെ നീതി എപ്പോഴും വരുന്നത് നിയമങ്ങളിലൂടെ അനീതിയെ തടഞ്ഞുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിന്റെ നീതി വരുന്നത് അനീതിയുടെ ആയുധമായിട്ടല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ടാണ്. അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന നീതി എനിക്ക് ഉണ്ടാകണമെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ നീതി എനിക്ക് ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കണം. അവനെ കൊണ്ടല്ലാതെ ആരെ കൊണ്ടും ഈ പണി പറ്റത്തില്ല. അപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ ഉള്ളിലൊക്കെ ക്രിസ്തു ഉണ്ടല്ലോ, എന്നിട്ടൊന്നും ഞാൻ കാണുന്നില്ലോ എന്ന്. അതിന്റെയൊക്കെ മറുപടി വരുന്നുണ്ട്, പുറകെ ഞാൻ പറയാം. ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം എന്താന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് മുൻപോട്ടുള്ള ആ പഠനം വ്യക്തമാവുകയുള്ളൂ. ദൈവത്തെ നമ്മൾ അറിയുന്നുണ്ട്, ദൈവത്തിന്റെ നീതി നമ്മൾ അറിയുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മീകമായ ഈ ദാരിദ്ര്യം എനിക്ക് മനസ്സിലായത് ഈ അടുത്തിടെയാണ്. റോമാലേഖനം ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചാണ്. റോമാലേഖനം ബൈബിൾ കോളേജ് പഠിക്കും. എനിക്ക് നല്ല മാർക്കും തന്നവര്, ഒരു നല്ലപോലെ ഞാൻ പഠിച്ചായിരുന്നു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഈ എക്സാമിനേഷന് പഠിക്കാൻ വേണ്ടി കാര്യമായിട്ട് മനസ്സിലാകണമെന്നില്ല. ഏതൊക്കെ ചോദ്യം വരുന്ന ഉദ്ദേശം വെച്ച് പഠിച്ചു വെച്ചാൽ മതി, തട്ടിക്കൂട്ടി അപ്പുറത്ത് കയറാം. പക്ഷെ അതുകൊണ്ട് ഗ്രഹിച്ചു എന്നർത്ഥമില്ല. പക്ഷെ ഈ റോമാലേഖനം ഗ്രഹിക്കാൻ എല്ലാവരും ചിന്തിക്കുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ലേഖനം എന്നാണ്. പക്ഷെ ഈ റോമാലേഖനം ഗ്രഹിക്കാൻ വേണ്ടത് ജ്ഞാനമല്ല, ബുദ്ധിയല്ല, തകർന്ന ഹൃദയമാണ്. ഒരു പാപിയോട് ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഞാൻ പാപിയാണെന്നും എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ലെന്നും ദൈവത്തിന്റെ ശത്രുവായിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നും ജീവിച്ചതെന്നും എനിക്ക് ബോധ്യമുണ്ടെങ്കിലേ ആ ഒരു കണ്ണിലൂടെ വായിച്ചാലേ ദൈവം എന്നെ എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്നുള്ള റോമാലേഖനത്തിൽ എനിക്ക് വെളിപ്പെട്ട് വരുള്ളൂ. ഞാൻ ഈ പറയുന്ന എക്സാമ്പിള് 2016 17 നടന്ന, എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളുടെ ഒരു മകൻ ബാംഗ്ലൂരിലാണ്, അഡോപ്റ്റഡ് മകനാണ്. ബാംഗ്ലൂരിൽ ആയിരുന്നെന്ന് ഒരു കെയർ സെന്ററിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഞങ്ങൾ അവനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ചെന്ന് അവനോട് കുറെ സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ തിരിച്ച് കാറിലോട്ട് കയറി. കാറ് സ്റ്റാർട്ടാക്കുന്ന സമയത്ത്, ഈ 2018 തോന്നുന്നു, കോവിഡ് വരുന്നതിനിപ്പോ മുമ്പ്, കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് അവനോട് ഒന്നും കൂടെ പോയി ഒന്ന് ബൈ പറഞ്ഞിട്ട് വരാം. ഞാൻ ഇറങ്ങി അവന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ തോളത്ത് കൈവച്ചു. അവൻ HIV പോസിറ്റീവാണ്.
തോളത്ത് ചോദിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു, മോനെ പപ്പ അടുത്ത മാസം വരാൻ കേട്ടോ. അവൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഒരൊറ്റ കരച്ചിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവൻ കരയട്ടെ, കുറച്ച് ആ വിഷമം അങ്ങ് മാറട്ടെ വിചാരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് കരച്ചിൽ നിർത്തി. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ബൈ പറഞ്ഞു. അവൻ ചിരിച്ചു, ഞാനും ബൈ പറഞ്ഞ് തിരിച്ചു പോന്നു. വഴിയിലൂടെ പോകുമ്പോൾ എന്റെ ഹൃദയത്തിനകത്തൊരു ഭയങ്കരമായ വേദന വന്നു. ഞാൻ കർത്താവിനെ വിളിച്ചു, കർത്താവ്, എന്തുകൊണ്ടാണ് അവൻ എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ പോയത്? അപ്പൊ കർത്താവിന്റെ ആത്മാവോട് പറഞ്ഞു, അവൻ നിന്റെ രക്തത്തിൽ പിറന്ന മകനല്ലാത്തതുകൊണ്ടാണ്. ഇതൊരു ഇടിവാള് പോലെ വന്നത്. കാരണം ഞാൻ വിചാരിച്ചത് ഈ HIV ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി ഞാൻ ഭയങ്കര നീതിമാനായിരുന്നു. കർത്താവിന്റെ ശബ്ദം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഉള്ളിൽ വെപ്രാളമായി. വണ്ടി പിടിച്ചോണ്ടിരിക്കും. എന്റെ ഭാര്യയുണ്ട്, വേറെ ആരോ എന്റെ കൂടെ, മോനുണ്ട്, വേറെ ആരോ 1-2 പേരുണ്ട്. ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പം എന്റെ ഉള്ളിൽ ഒരു തകർച്ച ഉണ്ടായി. അപ്പൊ ഞാൻ കർത്താവിനെ വിളിച്ചു, കർത്താവെ, അവൻ 3 വയസ്സുള്ളപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നാണ്. 10 വയസ്സ് വരെ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു, 10 വർഷം. പക്ഷെ ഞങ്ങൾ കേരളത്തിലോട്ട് പോരുന്ന സമയത്ത് ഇവനെ ഒരു കെയർ സെന്ററിലോട്ട് മാറ്റേണ്ടി വന്നു. കാരണം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ HIV പോസിറ്റീവ് മകൻ, അപ്പനില്ല, അമ്മയ്ക്കില്ല, ഇതെങ്ങനെ വന്നു, ഇതാരാണ്, ഭയങ്കര എൻക്വയറി, ഇതിന്റെ ഉത്തരം പറയേണ്ടി വരും. തന്നെയല്ല ഇവിടെ മലയാളികൾക്ക് ഭയങ്കര പാരനോയിയ. ഇങ്ങനെയുള്ളവരെ കണ്ട് അവരതിൽ നടന്നു പോയാലും പകരുമെന്ന് ആൾക്കാർക്ക് പേടിയാണ്. അതുകൊണ്ട് സ്കൂളിൽ കൊണ്ടുവിടാൻ വരെ പ്രയാസമാണ്. കേരളത്തിൽ ഇത് വലിയ പാടാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കേരളത്തിലോട്ട് മിനിസ്ട്രിക്ക് പോകുന്ന വഴിക്ക് ഇവനെ കെയർ സെന്റർ, തന്നെയല്ല ഓൾറെഡി ചെറിയ അസ്വസ്ഥതകളൊക്കെ ആണ്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അപ്പൊ ട്രീറ്റ്മെന്റും കൂടെ ഉള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ ആക്കിയത്. ഞാൻ കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു, ഇതല്ലേ വഴി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കർത്താവിന്റെ ആത്മാവിനോട് പിന്നെയും പറഞ്ഞു, നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞല്ലാത്തതുകൊണ്ടാണ്. ഒരു തരത്തിലും ദൈവം സമ്മതിക്കുന്നില്ല ഞാൻ നീതിമാനാണെന്ന് സമ്മതിക്കുന്നില്ല. ഞാൻ നീതിമാനെന്ന് സമ്മതിച്ച് എനിക്ക് സമാധാനമായിട്ട് വണ്ടി വിളിച്ചു പോകാം. എന്നാലും നീ ഇത്രയും ചെയ്തല്ലോ, അത് മതി എന്ന് കർത്താവ് പറയുമായിരുന്നെങ്കിൽ ആശ്വാസമായിരുന്നു. പക്ഷെ അങ്ങനെ കർത്താവ് പറയുന്നില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കുട്ടിക്കാണ് ഇങ്ങനെ ഉണ്ടായതെങ്കിൽ ഞാൻ അവനെ ബാംഗ്ലൂരിലെ കെയർ സെന്ററിൽ വിട്ടിട്ട് എറണാകുളത്ത് വാടകയ്ക്ക് വീട് താമസിക്കൂ? ഒരിക്കലുമില്ല. ഞാൻ എല്ലാ നിമിഷവും അവന്റെ കൂടെ ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടേനെ. ഞാൻ ബാംഗ്ലൂരിൽ ഒരു വീടെടുത്തേനെ. അവന്റെ കൂടെ ഇരുന്ന് എല്ലാ ദിവസവും കരഞ്ഞേനെ. എനിക്ക് ഇമോഷൻസ് വരുന്നില്ല. എനിക്കറിയാം അവന് വയ്യെന്നറിയാം, എടുക്കുമ്പോഴേ വയ്യായിരുന്നു. ഐ എം അഡ്ജസ്റ്റഡ് ടു ഇറ്റ്. എനിക്ക് ഒരു കരച്ചിലായിട്ട് മാറുന്നില്ല. അപ്പൊ മകനോടുള്ള സ്നേഹം പോലും അവന് കൊടുക്കാൻ പറ്റുന്നില്ല. അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കയറുന്നത് എനിക്ക് അവനോടുള്ള സ്നേഹമല്ല, അവൻ എന്നോടുള്ള സ്നേഹമാണ്. എനിക്ക് സ്നേഹിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്, അവൻ വേറെ ആരും ഇല്ല. ഇത് എന്നെ പൊളിച്ചു കളഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ ബാംഗ്ലൂർ വന്ന് റൂം എടുത്ത് ഞങ്ങള് താമസിക്കാം. കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ആ കെട്ടിടത്തിന്റെ അകത്ത് താമസിച്ചാലും നിന്റെ ഹൃദയം പോക്കാണ്. അതിനകത്ത് ഈ സ്നേഹം ഉണ്ടാക്കാനുള്ള കഴിവ് നിനക്കില്ല. അതിനുള്ള ഹോർമോൺ ഇല്ല. നമ്മൾ തമ്മിൽ തെല്ലിക്കാനുള്ള ഹോർമോൺ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഈ സ്നേഹം അകപ്പെ ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഇല്ല. ഈ സ്നേഹത്തിന്റെ നിർബന്ധത്താൽ മാത്രം അനുസരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഈ സ്നേഹം ഉണ്ടാക്കാനുള്ള ഹോർമോൺ ഇല്ല നമുക്ക്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, യേശുക്രിസ്തുവിന് മുമ്പ് മനുഷ്യരെ സ്നേഹിച്ച, പാപങ്ങളെ സ്നേഹിച്ച, പാവികളെ സ്നേഹിച്ച, ശത്രുക്കളെ സ്നേഹിച്ച ഒരൊറ്റ രാജാവ് അല്ലെങ്കിൽ ഒരൊറ്റ നേതാവിന്റെ കഥയുണ്ടോ യേശുക്രിസ്തുവിന് മുമ്പ്? ഇല്ല. ബുദ്ധൻ പറഞ്ഞത് ഉപദ്രവിക്കില്ലെന്ന അഹിംസ, സ്നേഹം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഒരു നോവലിൽ പോലുമില്ല, ഒരു നാടകത്തിൽ പോലുമില്ല. അങ്ങനെ ഒരു ആശയമില്ലായിരുന്നു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നവനെ സ്നേഹമെന്നൊരാശയം പോലും ഉണ്ടായിരുന്നില്ല. എല്ലാം തമ്മിൽ തല്ലിയും കൊന്നും ഒരു കരുണയില്ലാത്ത മനുഷ്യരായിരുന്നു. ഇപ്പോഴാണ് ക്രിസ്ത്യൻ മൊറാലിറ്റി ലോകം മുഴുവൻ വന്നപ്പോഴേക്കും സ്നേഹിക്കണമെന്നൊരാശയം നമ്മുടെ ഉള്ളിൽ തോന്നുന്നു. സ്നേഹമാണ് അഖില സാരമൊഴി എന്നൊക്കെ ആൾക്കാർ എഴുതാൻ തുടങ്ങിയത് ക്രിസ്തുവിന് ശേഷമാണ്. അപ്പോൾ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, ഈ സ്നേഹം കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വാത്സല്യം ഉണ്ടാക്കുന്ന ഹോർമോൺ നമുക്കുണ്ട്. പക്ഷെ അയൽവക്കത്തെ കുഞ്ഞിനെ കാണുമ്പോൾ അതേ വാത്സല്യം തോന്നിപ്പിക്കുന്ന ഹോർമോൺ എനിക്കുണ്ടാവില്ല. കൽപ്പന അതാണ് തന്നെ. ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമല്ലോ. അപ്പൊ എന്റെ കൊച്ചു പരീക്ഷയ്ക്ക് തോറ്റ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ, അല്ലെ? അയ്യോ, നീയൊക്കെ എന്താ പഠിക്കാൻ നടക്കുവാടാ, നിനക്ക് സമയത്ത് പഠിച്ചാൽ എന്നെ കുഴപ്പം, കണ്ടില്ലേ തോറ്റു വന്നിരിക്കുന്ന നാണം കെടുത്തി. അപ്പോഴാണ് അയൽവക്കത്തെ പയ്യനും തോറ്റു എന്നറിയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ആശ്വാസം തോന്നുമോ അതോ
സങ്കടം ഡബിൾ ആവോ? ഒരാശ്വാസം തോന്നും അല്ലേ? കാരണം എന്താ, ഒരു കൂട്ടായാലും എന്റെ മകനെ നിന്ദിക്കും. അങ്ങനെ നമുക്ക് ആ സ്നേഹം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ എതിർക്കുന്ന, ഗോസിപ്പ് പറയുന്ന, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്നെ എപ്പോഴും ശല്യപ്പെടുത്തിക്കുന്ന അമ്മായിമ്മ, അമ്മയപ്പൻ, ആരെങ്കിലും ആയിക്കോട്ടെ, സ്നേഹിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് വരണ്ട, ഇവരുടെ മോന്തം കാണുമ്പോൾ എനിക്ക് സ്നേഹമല്ല വരുന്നത്. ഞാൻ ഇതുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ ശരീരത്തിന്റെ ആ തത്വങ്ങൾ എന്നെ തകർത്തോണ്ടിരിക്കുകയാണ്. ആ തകർത്തോണ്ടിരിക്കുന്ന അടിമയായ, പാപത്തിന് അടിമയായ എന്നോട് പറയാണ്, നീ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർ പറഞ്ഞു കേൾക്കാൻ എളുപ്പം, പക്ഷെ നമ്മളെ കൊണ്ട് നടക്കത്തില്ല. ഇത് നടക്കണമെങ്കിൽ ഒരു ആത്മീകമായ പ്രോസസ്സിലൂടെ, വീണ്ടും ജനനത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ മാത്രമേ ഇത് അനുസരണമായി നമ്മൾ വരുള്ളൂ. മനസ്സിലായോ? സന്തോഷമായോ? ഒരു കാര്യത്തിൽ ആശ്വാസമില്ല, എല്ലാം പോക്കാന്ന് നമ്മളെല്ലാം പറയുന്ന ആ ഒരു ആശ്വാസമെങ്കിലും നിങ്ങൾക്ക് വന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ കരുണയാൽ അവൻ ഈ നീതി നടപ്പാക്കാൻ ഒരു പ്രത്യേക പദ്ധതി, അതായത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതി ദൈവം ആവിഷ്കരിച്ചു. ആ പദ്ധതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമുക്ക് ഈ നീതി സൗജന്യമായി തരാൻ തീരുമാനിച്ചു. അത് ഞാനൊന്ന് വിശദീകരിക്കാൻ. ഇപ്പൊ ഞാൻ നിങ്ങളോട് വചനം സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ സമ്പന്നനാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാം, ഇന്നത്തെ ദിവസം 3ാമത്തെ പ്രസംഗമാണ്, എന്തുമാത്രമാണ് ഞാൻ പ്രസംഗിച്ചത്? ഒന്നുമില്ല. ഞാൻ പറയാം, എക്സാമ്പിൾ, ദൈവം എനിക്ക് കുറച്ച് നല്ല മാർക്ക് അവിടെ ഇടുമായിരിക്കും. ഞാൻ ആത്മീക സമ്പന്നല്ല, കുറച്ച് കാര്യം ഉണ്ടല്ലേ. ഇനി ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ ദരിദ്രനാവും ഞാൻ. ഒന്നുമില്ല. ഇങ്ങനെ ഇത്രയും പ്രസംഗിച്ചിട്ടും കർത്താവ് എനിക്ക് 0 അല്ലാതെ ഒന്നും തരാൻ സാധ്യതയില്ല. എന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ യേശുക്രിസ്തു പ്രസംഗിച്ചപ്പോൾ ഭയങ്കര സ്നേഹത്തോടെ, ഒരു പരാതി ഇല്ലാതെയാ പ്രസംഗിച്ചത്, അല്ലേ? എന്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്? ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര ഭാരമായിരിക്കും. എനിക്ക് നിങ്ങളോട് ശരിക്കും സ്നേഹമൊന്നുമില്ല. സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചുണ്ട്, വൈരാഗ്യം ഇല്ല. എന്നല്ലാതെ യേശുക്രിസ്തു എന്നെ സ്നേഹിച്ച സ്നേഹമൊന്നും എനിക്ക് നിങ്ങളോടില്ല. കാരണം ഈ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി തിരിച്ച് കേരളത്തിലെത്തി ഒരു 3-4 ദിവസം 5-6 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പലരുടെയും മുഖം ഞാൻ മറന്നുപോകും. കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിലൂടെ വരുമ്പോൾ ഒരു സഹോദരി എന്നെ മീറ്റ് ചെയ്തു. ആ സഹോദരി പാസ്റ്റർ എന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല, പാസ്റ്റർ പണ്ട് ഷാർജ ചർച്ച കൂടി വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. ആണോ? ഓക്കെ, സോറി, ഓർമ്മയില്ല. ഇതൊരു ചെറിയ കാര്യം. ഒരു 3-4 വർഷം മുമ്പ് ഞാനൊരു ചർച്ച പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു അങ്കിള് ഇത് പ്രസംഗം കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ പാസ്റ്റർ? ഞാൻ പറഞ്ഞില്ലല്ലോ. 6 മാസം മുമ്പ് പാസ്റ്റർ ഞങ്ങളുടെ ചർച്ച വന്ന് ഓർമ്മയുണ്ടോ? അതുണ്ട്. അന്ന് 3 ദിവസം ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചത്. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവ്, എന്റെ ഓർമ്മ ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വഴി വെച്ച് കണ്ടിട്ട് ഞാൻ ഓർത്തില്ലെങ്കിൽ ഇവന്റെ കൂടെ ഇത്രയും നാളും സംസാരിച്ചിട്ട് ഇവൻ ഓർത്തില്ലെന്ന് ചിന്തിക്കരുത്. സ്നേഹമില്ലായ്മയായിരിക്കാം, അല്ലെ? ആയിരിക്കാം. കാരണം ഇതെല്ലാം കൂടെ കണക്കടാ. നമ്മുടെ ശരീരത്തിനകത്ത് പാപം വസിക്കുന്നത്. ഇപ്പൊ ഓരോ ദിവസം ചെല്ലുന്ന മെമ്മറി നന്നായി വരുമല്ലോ, മെമ്മറി മോശമായി വരുവാ. അപ്പൊ നിങ്ങൾ പറയാ, സ്നേഹം എന്നും പറഞ്ഞ് എന്താ ഡയലോഗായിരുന്നു. വഴി കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്ന കണ്ടില്ല അഹങ്കാരി നിങ്ങളുടെ ഹൃദയം തോന്നും. ഞാനാണ് പറയുന്ന യേശു ക്രിസ്തുവിന്റെ നീതിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് 0 കിട്ടിയാൽ തന്നെ ഭാഗ്യം. എന്നെ ശരിക്കും തല്ലി ഓടിക്കുക വേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ ദരിദ്രൻ, ഒന്നും ചെയ്തിട്ടില്ല. കാരണം രാവിലെ തൊട്ട് 3 0 സമ്പാദിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ദരിദ്രനാണോ സമ്പന്നനാണോ? പറ. അപ്പൊ നമ്മുടെ ചിന്താഗതി എങ്ങനെ പോകേണ്ടത്? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? എന്തോ ദാരിദ്ര്യം? നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിന്റെ നീതിയെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് ഈ ദാരിദ്ര്യം. ശരിക്കുമുള്ള ദാരിദ്ര്യം എന്താണ്? കയ്യിൽ 5 പൈസ ഇല്ല, മഞ്ച് വാങ്ങി തിന്നാൻ പോലും 5 നയാ പൈസ ഇല്ല. അതാണ് ദാരിദ്ര്യം. എനിക്ക് എന്റെ കയ്യിലുള്ള റിസോഴ്സ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ കയ്യിലുള്ള റിസോഴ്സസ് ഞാൻ മുമ്പിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങള് ആയിട്ട് ഒന്നും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അതിന് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് ഇത്രയും വലിയ നീതി നമ്മുടെ മുമ്പിൽ വെക്കുമ്പം അത് ചെയ്യാനുള്ള ഒരു ഹോർമോൺ, ഒരിത്തിരി സ്നേഹം എന്റെ ഉള്ളിൽ ജനറേറ്റ് ആകുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഞാൻ തീർത്തും ആരാണ്? ദരിദ്രനാണ്. മനസ്സിലായ ദാരിദ്ര്യം എന്താണ്?
ദരിദ്രന്മാരാ. അപ്പൊ ദരിദ്രന്മാർക്ക് വലിയ ഭാഗ്യം അവിടെ പറഞ്ഞേക്കുന്നത് എന്തുവാ? അവരാണ് ദൈവത്തിന്റെ നീതിയിൽ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ നടുവൊടിഞ്ഞവർ, അതായത് ഒന്നും അവകാശപ്പെടാനില്ലാത്തവരുടെ രാജ്യമാണ് ദൈവരാജ്യം. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് എന്ത് കളി? അതാണ് ഈ പാപികളെ രക്ഷിക്കാൻ വന്നു എന്ന് പറയുന്നത്. ആരെ രക്ഷിക്കാൻ വന്നു? നീതിമാനെ രക്ഷിക്കാനല്ല. ആരെ രക്ഷിക്കാനാ കർത്താവ് വന്നത്? പാപികളെ രക്ഷിക്കാനാ വന്നത്. അപ്പൊ പാപികളെ രക്ഷിക്കണമെങ്കിൽ ദരിദ്രന്മാരെ തന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലെ? ആത്മീക ദാരിദ്ര്യമുള്ളവരെ. അപ്പൊ നമ്മൾ പലപ്പോഴും ആൾക്കാരുടെ വഴക്കുണ്ടാക്കുമ്പോൾ, വീട്ടിൽ സംസാരിക്കുമ്പോഴെല്ലാം ഭാര്യ ഭർത്താവ് വഴക്കുണ്ട്. ആരുടെ കുറ്റം? മറ്റയാളുടെ കുറ്റം. നമ്മൾ ഡീസന്റ് അല്ലേ? അല്ലെ? അപ്പൊ നമ്മൾ ദരിദ്രന്മാരല്ല, നമ്മൾ ബെറ്ററാണ് മറ്റൊരേക്കാളും. ആണോ? ആരും ബെറ്റർ അല്ല. നിങ്ങൾ ആദമിന്റെ ഹവയുടെയും ചരിത്രം ഒന്ന് നോക്കി. ആദവും ഹവയും, ഇത് ഈ മനുഷ്യന്റെ നീതിയും ദൈവത്തിന്റെ നീതിയും തമ്മിലുള്ള വ്യത്യാസമാണ് മനസ്സിലാകും. ആദവും ഹവയും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് നഗ്നരാണെന്ന് മനസ്സിലായി. നഗ്നരായതുകൊണ്ട് അവർക്ക് ഉടുപ്പ് വേണം. അവർക്ക് അങ്ങനെ തോന്നി. അതുവരെ ഉടുപ്പിന്റെ ആവശ്യമില്ലായിരുന്നു. ഹവ ഏതായാലും പഴം കഴിച്ച് നല്ല ബുദ്ധിമതിയായി മാറിയതുകൊണ്ട്, ആദ്യം പഴം കഴിച്ച ഹവയാണല്ലോ, നല്ലോണം ദഹിച്ചു കാണും, നല്ല ബുദ്ധി വന്നു കാണും. ഹവയായിരിക്കും, ഞാൻ ചിന്തിക്കുക. ഈ തുന്നൽപ്പണിയൊക്കെ സഹോദരിമാരാണ് കൂടുതൽ സ്കില്ലോടുകൂടി ചെയ്യുന്നത്. ഇപ്പൊ ഒരു സൂചി നൂലും കൊടുത്തിട്ട് ഈ സൂചിയുടെ നൂലിനകത്തോടൊരു സൂചിയുടെ ഹോളിനകത്തോടൊരു നൂല് കടത്താൻ പറഞ്ഞാൽ സഹോദരന്മാരായിരിക്കും പെട്ടെന്ന് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സഹോദരിമാരെ, കാരണം അവർക്ക് സൂക്ഷ്മമായ പ്രവൃത്തികൾ ചെയ്യാൻ കുറച്ച് സ്കില്ല് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഹവയായിരിക്കും ഈ അത്തിയിലെ എല്ലാം കൂടെ കൂട്ടി തുന്നി അവരെ ഒരു അരയാട ഉണ്ടാക്കിയിട്ടു. അപ്പൊ ആദ്യം പറഞ്ഞു കാണുമായിരിക്കും, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഇങ്ങനൊരു ഉടുപ്പ് നീ ഇതിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഹവ പറഞ്ഞു കാണും, നമ്മൾ തിന്ന പഴം എന്താ സാധനം എന്നറിയാം. ഇപ്പൊ തൽക്കാലം ഈ ഉടുപ്പ്, ഇനി നമ്മൾ ഫാഷൻ വേൾഡ് സൃഷ്ടിക്കാൻ പോകുന്നു. ഇനി നമ്മള് എയറോപ്ലെയിനും കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും ഫോണും കണ്ടുപിടിക്കാൻ പോകുന്നു. ഇത് തുടക്കം മാത്രം. അപ്പൊ ആദ്യം പറഞ്ഞാണ്, ഇതൊക്കെ ആദ്യമേ തിന്നേണ്ടതായിരുന്നു. സാത്താൻ പറഞ്ഞ ആദ്യം കേട്ടിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴേ സിവിലൈസേഷൻ, സംസ്കാരം തുടങ്ങുമായിരുന്നു. നല്ല ഗമയ്ക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞ് പരസ്പരം കൊള്ളാം, തുന്നൽപ്പണി കൊള്ളാം. ഞാൻ ആലോചിക്കും, ഈ ഏതെന്നോട്ടൊരു തുന്നണമെങ്കിൽ സൂചിയൊക്കെ എവിടെ സംഘടിപ്പിച്ചു വേണം, നൂലെവിടെ സംഘടിപ്പിക്കും, ഏതെങ്കിലും നാലെടുത്ത് കുത്തി തുന്നിയതായിരിക്കും. എന്തെങ്കിലും ആട്ടെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കർത്താവ് വന്നപ്പോ ഒരു ഓടി മരത്തിന്റെ പുറകിൽ മറിഞ്ഞു. കർത്താവ് ചോദിച്ചു, ആദമേ നീ എവിടെ? എന്നാലും ആദം പറഞ്ഞാന്നറിയോ, ഞങ്ങൾ നിന്റെ ശബ്ദം കേട്ടപ്പോൾ നഗ്നരായതുകൊണ്ട്. അപ്പൊ ഈ ഉടുപ്പം ഈ അരയാടയോ ഇത് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ആദ്യം പറഞ്ഞിട്ടില്ല ഞാൻ നഗ്നനാണ്. അതെന്താ അങ്ങനെ സംഭവിച്ചത്? ഇത്രയും നേരം അവർ ഡീസന്റ് ആയിട്ട് വസ്ത്രം ധരിച്ചെന്ന് അവർ വിചാരിച്ചിരുന്നിട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട ഉടനെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നഗ്നരായി പെട്ടെന്ന്. പിന്നെ ഈ ഉടുപ്പ് അവർക്ക് പറ്റുന്നില്ല, മതിയാകുന്നില്ല. അപ്പൊ ആദമിനോട് കർത്താവ് ചോദിക്കുക, നീ ആ പഴം തിന്നല്ലേ? ആദം പറഞ്ഞു, എന്റെ കുഴപ്പമല്ല കർത്താവേ, ഞാൻ സമാധാനമായിട്ട് ഇവിടെ ജീവിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നീ തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നല്ലതല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാരിയിൽ നിന്നെടുത്ത ഒരാളെ തന്നത്. അത് ഞാൻ ഒരു കണ്ടീഷനും വെച്ചില്ല. ഇന്നത്തെ പിള്ളേർ വെക്കുന്ന പോലെ ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, ഇത്ര സൗകര്യം ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു. നീ തന്ന ഭാര്യ, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ നീ സൃഷ്ടിച്ചു തന്ന ഭാര്യ എനിക്കൊരു പഴം കൊണ്ടു തന്നാ ഞാൻ തിന്നണ്ടേ? ആരുടെ കുഴപ്പം? ഭാര്യയെ തരുമ്പം കുറച്ചുകൂടെ നല്ല ഭാര്യയെ തരണം. അപ്പൊ ആരുടെ കുഴപ്പമാണ് ആദം പാപം ചെയ്തത്? ആദമിന്റെ കോടതിയിൽ ഇപ്പൊ ദൈവം വിസ്തരിക്കപ്പെടുവാണ്. ഈ പഴം തിന്നുടനെ അവന് നീതിബോധം ഉണ്ടായി. നല്ലതേത് ചീത്തയേത് അപ്പൊ അവന് തീരുമാനിക്കാം. നീതിമാനായി. അവന്റെ നീതിയാ, ദൈവത്തിന്റെ നീതിയല്ല. ദൈവത്തിന്റെ നീതി ഒറ്റ കാര്യമുള്ള അനുസരണക്കേട് കാണിച്ച് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവന്റെ ഉള്ളിൽ ഈ സ്വയനീതി വന്നുകൊണ്ട് അവനെ ന്യായീകരിച്ചേ പറ്റൂ. അല്ല, ആ സ്വയനീതി അവനിൽ വന്നില്ലായിരുന്നെങ്കിൽ അവൻ ദൈവത്തിന്റെ അടുത്ത് ഒറ്റ പറഞ്ഞ, എന്റെ കർത്താവേ ഞാൻ തെറ്റിപ്പോയി, ഇനി മേലെ ഞാൻ പാപം ചെയ്യത്തില്ല, ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പറയാൻ പറ്റത്തില്ല. കാരണം അവന്റെ ഉള്ളിലുണ്ടായ നീതി ഹവ്വയേക്കാളും ഭേദമാണ് അവനെന്നൊന്നും തെളിയിച്ചേ പറ്റൂ. ഞാൻ പാവമാണെന്ന് തെളിയിച്ചേ പറ്റൂ. നമ്മുടെ ഉള്ളിൽ ഞാൻ പാവമാണെന്നും ഞാൻ നീതിമാനാണെന്നും തെളിയിക്കാൻ നടത്തുന്ന എല്ലാ അഭ്യാസങ്ങളും നമ്മൾ ആത്മീക ധനവാന്മാരാണെന്നാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഹവയോട് ചോദിച്ചപ്പോ ഹവ പെന്തിക്കോസ്തേരി ആയിരുന്നുകൊണ്ട് ഹവ പറഞ്ഞ എല്ലാം സാത്താന്റെ പണിയാണ്, പിശാചിന്റെ പോരാട്ടമായിരുന്നു. ബ്രദർ എന്നല്ല, കർത്താവെ പിശാച് പറ്റിച്ചതാണ്. അപ്പൊ രണ്ടുപേരും കൈ കഴുകി. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ദൈവം എന്താ ഇവരെങ്ങനെ ഇറക്കി വിട്ടതെന്ന്. പക്ഷെ മാപ്പ പറഞ്ഞ് അവര് ക്ഷമ ചോദിച്ചിട്ടില്ല. അവർ കർത്താവിന് പറഞ്ഞില്ല, കർത്താവ് ഞങ്ങൾ തെറ്റിപ്പോയി ക്ഷമിക്കണേ. അവർക്കൊരു രാജ്യമുണ്ടായി. അവര് വിചാരിക്കുകയാണ് ഇതാണ് നീതി. അവന്റെ കോടതിയിലിട്ട് വിസ്തരിച്ചപ്പോൾ ദൈവമാണ് ഏറ്റവും വലിയ പ്രതി എന്നാണ് മനസ്സിലായത്. അവൻ ദൈവത്തിന്റെ ശത്രുവായി മാറി.
എത്ര അഭിനയിച്ചാലും ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവായിട്ട് ഇരിക്കുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇത് ഈ മനുഷ്യൻ എന്താ ആലോചിക്കുന്നറിയോ? എങ്ങനെ ദൈവത്തെക്കാൾ മിടുക്കനാകാം. സൃഷ്ടിയുടെ കാര്യം തന്നെ വെച്ചാൽ ഇപ്പം ദൈവം സൃഷ്ടിച്ച ഒരാളാണ് ഈ നിൽക്കുന്നത്. നടുവേദന, കാലുവേദന, കൈവേദന, ജലദോഷം, പനി, ചുമ വന്നാൽ മാറാൻ എന്താ പാട് ഇപ്പോഴും ഉണ്ട്. ഒരു 2-3 ആഴ്ച മുമ്പ് വന്ന ഈ മനുഷ്യനുണ്ടാക്കുന്ന റോബോട്ടുകളുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച്. ചുമയും ഇല്ല, പനിയും ഇല്ല, നടുവേദനയില്ല, ഒന്നുമില്ല. ഇങ്ങനെ നടന്നോളും. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല, പ്രഷറും ഇല്ല, ഡയബറ്റീസും ഇല്ലാത്ത സാധനങ്ങൾ ആരുണ്ടാക്കുന്നത്? മനുഷ്യൻ. അപ്പൊ ദൈവത്തോട് ഇപ്പൊ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കി മെഷീൻ ലേണിംഗിലൂടെ ഞാൻ പറയുന്ന പ്രസംഗങ്ങളെല്ലാം അതിനെ ഫീഡ് ചെയ്ത് എന്റെ വീഡിയോ കാണിച്ചു കൊടുത്ത് ഞാൻ എങ്ങനെ ചിരിക്കും, എങ്ങനെ കൈ കാണിക്കും, ഇതെല്ലാം കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കും. ഈ മെഷീനെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ നോക്കുമ്പോൾ മെഷീൻ ഇങ്ങനെ കയറി വരും. എന്നെ പോലെ തന്നെ ഇവിടെ നിൽക്കും. മടുത്തുപോലെ വെള്ളവും കൊടുക്കണ്ട, ആഹാരം കൊടുക്കണ്ട, കാശ് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. നിന്ന് പ്രസംഗിച്ചോളൂ. മണിക്കൂറിൽ ചാർജ് ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ചാവത്തില്ലത്. അപ്പൊ ആരുടെ സൃഷ്ടിയാ ഭേദം? എനിക്കത് പറഞ്ഞപ്പോ വെള്ളം കുടിക്കാൻ പോകും. ആരുടെ സൃഷ്ടിയാ ഭേദം? മനുഷ്യൻ ചോദിക്കുക, ഞങ്ങൾ സൃഷ്ടിച്ചതാണ് ഭേദം. അപ്പൊ വേറെ കുറെ ആൾക്കാരെന്ന് പറയുന്നത് നിന്റെ നീതി എന്തിനുള്ള, അതിനേക്കാൾ വലിയ നീതി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെ? നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, നിങ്ങൾക്ക് ഹോമോസെക്ഷൽസിനും ലെസ്ബിയൻസിനും ചർച്ചിനകത്ത് കയറ്റി കർത്തവശം കൊടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഞങ്ങൾക്ക് പറ്റും. അപ്പൊ ആരുടെ നീതിയാ വലുത്? അപ്പൊ മനുഷ്യൻ ദൈവത്തെക്കാൾ സ്നേഹമുള്ളവനും ദൈവത്തെക്കാൾ കഴിവുള്ളവനും ആകാനുള്ളൊരു മത്സരം എന്ന് തുടങ്ങി ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാ. അത് ഇന്ന് അവസാനം ആവുമ്പോഴേക്ക് ഈ ബാബിലോൺ എന്ന് പറയുന്ന മനുഷ്യനിർമ്മിതമായ സംസ്കാരം ദൈവത്തോടുള്ളൊരു വലിയ മത്സരത്തിനകത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇത് ഓക്കെ അപ്പോൾ ഈ മനുഷ്യന്റെ മുഴുവൻ ഫോഴ്സോടുകൂടി അന്ത്യകാലത്ത് ദൈവത്തിനെതിരെ വരിക. അതുകൊണ്ടാണ് എതിർ ക്രിസ്തുവിന്റെ സംഖ്യ ഒരു മനുഷ്യന്റെ സംഖ്യ ആയിരിക്കുന്നത്. ഇന്ന് ഈ കാണുന്ന ഈ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് അത് ദൈവത്തിനെതിരെയുള്ള ഒരു മത്സരമാക്കി. ഞാൻ ആന്ധ്രയിലായിരുന്നപ്പോൾ അവിടെ ഭയങ്കര ബുദ്ധിയുള്ളൊരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചോണ്ട് ബുദ്ധി കൂടിപ്പോയിട്ട് അവൻ എന്തോ പ്രശ്നമായതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ലായിരുന്നു, അവൻ ഒറിജിനൽ ബുദ്ധിയായിരുന്നത്. അവൻ എന്നോട് പറഞ്ഞു, അതെ, എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും എന്റെ ബുദ്ധി കൊണ്ട് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താ, ഞങ്ങള് ശാസ്ത്രജ്ഞന്മാര്, ഞങ്ങളെന്ന് പറഞ്ഞ പുള്ളിയല്ല, ഈ സയൻസ് വിശ്വസിക്കുന്നവര് മെഷീൻ കൊണ്ട് നിത്യജീവൻ ഉണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നത്. ഞാൻ തലയിൽ കൈവച്ചു പോയി. അന്ന് 2005 ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഒന്നും കേട്ടില്ല. പുള്ളി എവിടെന്നോ സംഘടിപ്പിച്ചുകൊണ്ടുവന്ന. ഞാൻ പറഞ്ഞു, നീ എന്ത് മണ്ടത്തരമാണ്. അപ്പൊ എന്റെ ഉള്ളിൽ ഇത് ഭയങ്കര മണ്ടത്തരമാണല്ലോ പറയുന്നത്. കാരണം ഒരു മെഷീൻ വെച്ച് എങ്ങനെയാ നിത്യജീവൻ ഉണ്ടാക്കുന്നത്? ഇപ്പോ അത് ശരിയായി വന്നോണ്ടിരിക്കുക. മെഷീൻസിനെ വെച്ച് നിത്യജീവൻ ഉണ്ടാക്കും. ഇനി നിങ്ങളാരും പണിയാനൊന്നും പോണ്ട. നിങ്ങളുടെ അതേ ഷേപ്പിലുള്ള മനുഷ്യർ പണി തീർത്തോളും. നിങ്ങൾ അറിയുക പോലും ഇല്ല. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി വാഴേണ്ട ഭൂമിയിൽ മനുഷ്യന്റെ സൃഷ്ടി വാഴാൻ പോകുന്നു. ഒരു വലിയ യുദ്ധത്തിലേക്കും നാശത്തിലേക്കും ഇത് അന്ത്യകാലം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്ന, ചർച്ചുകളിൽ എന്താ സംഭവിച്ചിരിക്കുന്ന അറിയോ? ദൈവത്തിന്റെ മഹത്വത്തെ അന്വേഷിക്കുന്നതിന് പകരം മനുഷ്യന്റെ മഹത്വത്തെ അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ഈ സഭകളും മനുഷ്യരെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. എന്തിനാ സഭ? ഞങ്ങളുടെ കാര്യം നടക്കാൻ. പണ്ട് ഒരു ചർച്ച ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്രട്ടറി എന്നോട് സംസാരിച്ച്, ഇന്ത്യയിലെ കേട്ടോ, ഇവിടെ അല്ല, നിങ്ങൾ ആരും ഒന്ന് തെറ്റിദ്ധരിക്കരുത്. ആ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഒട്ടും ആത്മീയനല്ല ബ്രദറെ. ഞാൻ എന്താ കാര്യം? എന്റെ പാസ്റ്റർ ഞങ്ങൾ ഒരു ദിവസം വൈകിട്ട് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ TV കണ്ടോണ്ടിരിക്കുവോ. ഞാൻ വിചാരിച്ചു പാസ്റ്റർ അല്ലെ സിനിമ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അതെന്താ TV കണ്ടോണ്ടിരിക്കുക? വാർത്ത കണ്ടോണ്ടിരിക്കുകയാണ്. TV പാസ്റ്റർ വാർത്ത കണ്ടോണ്ടിരിക്കുവായിരുന്നു. അത് ഒരു കുറ്റമായിട്ട് പറഞ്ഞില്ല. ഞാൻ അതെന്താ, നിങ്ങൾ വാർത്ത കാണാറില്ലേ? പുള്ളി ഞങ്ങൾ കാണാറുണ്ട്. പിന്നെ പാസ്റ്റർ ഉണ്ടല്ലോ എന്താ കുഴപ്പം, വാർത്ത ഉണ്ടല്ലോ എന്താ കുഴപ്പം? അപ്പൊ പുള്ളി പറയാം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളും നിർത്തിയേക്കുന്ന ആള് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ TV ന്യൂസും കണ്ടോണ്ടിരുന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നു? ഒന്ന് ആലോചിച്ചു. അപ്പൊ എന്തിനാ സഭ, എന്തിനാ പാസ്റ്റർ? ഞങ്ങളുടെ പിള്ളേരെ അക്കരെ കിടത്താൻ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ ഒന്നും സമയമില്ല. അതുകൊണ്ട് അവിടെ കാശ് കൊടുത്ത് ഇരുത്തിയേക്കുക. പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പിള്ളേരെ എപ്പോഴും അപ്പുറത്ത് വിടും.
പാസ്റ്റർ പാവം ഇരുന്ന് പ്രാർത്ഥിക്കുവോ? അവര് വല്ലതും പോവോ? ദൈവം വിചാരിച്ചാലല്ലേ പോകും. അവസാനം പറയും, ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, മാറ്റിയൊക്കെ ആത്മീകനല്ല. നമുക്ക് ഒറ്റ ശാസനയ്ക്ക് അന്റാർട്ടിക്കയുടെ മുകളിലുള്ള അന്ധകാര ശക്തി ഇളകുന്ന ടൈപ്പ് പാസ്റ്റർ. അപ്പൊ ഈ സഭയും വർഷിപ്പ്, ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ, ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു വർഷിപ്പ് തന്നതിനായിട്ട് സ്തോത്രം. ആർക്ക് തന്നേന്? ഒന്നൂടെ പറഞ്ഞേ. കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു വർഷിപ്പ്. ആർക്ക് വർഷിപ്പ് കൊടുത്ത കാര്യം പറഞ്ഞു? അപ്പൊ ഈ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, നമുക്കൊരു എൻജോയ്മെന്റ്, നല്ല പാട്ട്, നല്ല മ്യൂസിക്, അത് ദൈവത്തിന് കൊടുക്കുന്നില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് പാട്ടോട്, ഇവിടെ ഇരുന്നോണ്ടല്ല കേട്ടോ, പൊതുവെ ഇവിടുത്തെ പിള്ളേര് പാവങ്ങളാണ്, ഞാൻ ഇവരുടെ കാര്യമല്ല. ഈ മ്യൂസിക് അടിച്ചോണ്ടിരിക്കുമ്പോൾ അവന്റെ ചിന്ത, എന്നെ പോലെ വായിക്കുന്നവൻ ആരുണ്ട്, നോക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് വായിക്കുന്നു. അവന്റെ ശ്രദ്ധ മുഴുവൻ അതിനകത്താ. അവൻ വിചാരിക്കുന്നത് അവന്റെ വിരൽത്തുമ്പിലാണ് ആത്മാവ് വരുന്നത്. ഇതെല്ലാം മനുഷ്യരുടെ എന്റർടൈൻമെന്റാ, മനുഷ്യർ എൻജോയ് രസിക്കുകയാണ്. നല്ല വർഷം അതുപോലും ദൈവത്തിന് കൊടുക്കുന്നില്ല. ഇപ്പൊ മനുഷ്യരുടെ രാജ്യം ഇത്രയും വലുതായി, സഭകൾ മുഴുവൻ മനുഷ്യരെ ഗ്ലോറിഫൈ ചെയ്യുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ നേരിടുന്ന ക്രൈസിസ് എന്താണ്. എന്തെല്ലാം തരത്തിലുള്ള മഹത്വമാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്. അവർ ദരിദ്രന്മാരാണോ? അല്ല, ഭയങ്കര സമ്പന്നന്മാരായാണ് അഭിനയിക്കുന്നത്. നിങ്ങൾ നമ്മുടെ നടക്കുന്ന കല്യാണങ്ങൾ ആലോചിച്ച് നോക്ക്. പൈസ ഉള്ളവരുമായിട്ട് കല്യാണം അല്ലെ, അത് പിന്നെ എന്തേലും ആട്ടെ. വിദ്യാഭ്യാസമുള്ളവരുമായിട്ട് കല്യാണം, അത് പിന്നെ എന്തേലും ആട്ടെ. ഞാൻ എന്തേലും ആട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? അതൊക്കെ ഇവൻ കഷ്ടപ്പെട്ട് കുറച്ച് ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കാം. യാക്കോബ പാരമ്പര്യത്തിൽ നിന്ന് വന്നവര് യാക്കോബ പാരമ്പര്യത്തിൽ നിന്നുള്ളവരുമായിട്ട് മാത്രം കല്യാണം. കഴിഞ്ഞ ദിവസം ഒരു IPSലെ പാസ്റ്ററുടെ അമ്മ നിലവിളിച്ച് കരയുക മകളോട്. കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്നയാളാണ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴെങ്കിലും എന്നാലും നിനക്ക് കല്യാണം കഴിക്കാൻ ഒരു ഹിന്ദുവിനെ കിട്ടിയുള്ളൂ വെച്ചിട്ട് നെഞ്ചു തടിച്ച് കരയുക. എന്നിട്ട് അപ്പം നുറുക്കി വെക്കുമ്പം ആ പറഞ്ഞു വിട്ടവരെല്ലാം മാറി നിൽക്കും. പക്ഷെ യേശു അപ്പം ഒന്നാകൊണ്ട് പലതായ നാം ഒരു ശരീരമാവുന്ന പറഞ്ഞിട്ട് അപ്പം എടുത്തിട്ട് മനസ്സിൽ ചിന്തിക്കും, ഇരിക്കുന്ന കണ്ടില്ലേ ഞങ്ങളോടെ കയറി ഇരിക്കുന്നു കൺവേർട്സ്. അവര് ഹൈന്ദവ വിശ്വാസം വന്നപ്പോ അവരെ ഇറക്കി വിട്ടു അവരുടെ വീട്ടിൽ നിന്ന്. എന്നോടൊരു ഹിന്ദു പെൺകുട്ടിയുടെ അപ്പം പറഞ്ഞു, ഞങ്ങൾക്ക് അവൾക്ക് കല്യാണം ആലോചിക്കാൻ അറിയത്തില്ല, എവിടെ അന്വേഷിക്കേണ്ടെന്ന് അറിയില്ല. നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒന്ന് ആലോചിക്കുക. ഞാൻ ആലോചിച്ച് ചെല്ലുമ്പം അച്ചായന്മാരുടെ മക്കളെ ആരും കിട്ടിയില്ല. അപ്പൊ ഇവരെന്തിനാ പുകഴുന്നത്? നമ്മുടെ ഇത് ആത്മീക ദാരിദ്ര്യമല്ല, ഇത് സംസ്കാര സമ്പന്നതയാണ്. എന്താണ്? ഞങ്ങളുടെ സംസ്കാരം മറ്റുള്ളവരെക്കാളും വലുതാണ്. എന്നിട്ട് ഇവർ അപ്പം നുറുക്കുക. അവർ അറിയുന്നില്ല യേശുക്രിസ്തുവിന്റെ ശരീരം, മാർമിക ശരീരത്തെയാണ് അവർ വെട്ടി നുറുക്കുന്നത് എന്നുള്ള കാര്യം. അവരങ്ങനെ പറയുമ്പോ ഉണ്ടല്ലോ, കർത്താവിന്റെ നമ്മളെല്ലാവരെയും ഒന്നാക്കിയ യേശുക്രിസ്തുവിന്റെ രക്തത്തിനെതിരെയും പ്രാണനെതിരെയും ജീവനെതിരെയും അവന്റെ ശരീരത്തിനെതിരെയുമുള്ള പാപമാണ് ചെയ്യുന്നത്. അതൊന്നും അവർക്ക് പ്രശ്നമില്ല. ആഭരണം മോതിരം ഇട്ടിട്ടുണ്ട്, കർത്തവ്യം ചെലുത്താൻ പറ്റില്ല, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇതാണ് മനുഷ്യന്റെ നീതി, ദൈവത്തിന്റെ നീതിയെ മറിച്ച് കളഞ്ഞിട്ട് ഇവർ നീതിമാനായിട്ട് നടക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ യഥാർത്ഥ അവസ്ഥ കണ്ടാൽ നമ്മൾ ആത്മീക ദരിദ്രന്മാരായി മാറും. അതിന് ഒത്തിരി വഴികളുണ്ട്. ആത്മീക ദരിദ്രന്മാരായി മാറാൻ നിങ്ങൾ വിചാരിക്കുക ആത്മാവിൽ ദരിദ്രരായവർ എന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഇത്രയും നേരമായെങ്കിൽ ഈ ഗിരിപ്രഭാഷണം എപ്പോ തീരുന്നു? നിങ്ങൾ വിഷമിക്കേണ്ട. ആദ്യത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ആകാൻ ഇത്തിരി പാടാ, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഈസി ആയിക്കോളും. ഞാൻ നിങ്ങളെ ആത്മീക ദാരിദ്ര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പണിയും കൂടെ ചെയ്യാം. ഓക്കെ, ഒരു ലിസ്റ്റ് ഓഫ് പാപങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കൈപൊക്കണ്ട, മനസ്സുകൊണ്ട് കൈപൊക്കിയാൽ മതി. എനിക്ക് ആരും എന്താ പാപം ചെയ്തെന്ന് അറിയണ്ട. ഞാൻ കത്തോലിക്ക അച്ഛന്മാരിൽ നിന്ന് കുമ്പസാരം കേൾക്കുന്ന ഒരു താല്പര്യം. നിങ്ങൾ ഹൃദയത്തിൽ കൈവയ്ക്കാൻ മതി. ഓക്കെ, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കും.
അല്ല, റോമാലേഖനം 1:28 അത് 29 മുതൽ. ഒന്ന് ശ്രദ്ധിക്കണേ. അനീതി നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അറിയത്തില്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പ്രയാസമാണ്. 2, അടുത്തത് ദുഷ്ടത ഉണ്ടോ? ഉണ്ടോ? ഞങ്ങൾ പാവങ്ങളിൽ. 3, അത്യാഗ്രഹമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്റെ സഹോദരങ്ങളെ, അത്യാഗ്രഹം ഇല്ലാത്ത വിശ്വാസി പോലും അല്ല. അത്യാഗ്രഹം ഇല്ലാതെ എങ്ങനെ നമ്മൾ വലിയ വിശ്വാസിയാണെന്ന് എന്നോട് ആൾക്കാർ പറയുന്നുണ്ട്. ചെറിയ കാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കരുത്, അത് ഒരു വിശ്വാസക്കുറവാണ്. നിങ്ങൾ എന്തിനുവേണ്ടി പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ വണ്ടിക്ക് വേണ്ടി, വലിയ വീടിന് ഏതാ വിശ്വാസം കൂടുതല്? ഏതാ വിശ്വാസം കൂടുതല്? നിങ്ങൾ പറ, ഏതാ വിശ്വാസം കൂടുതല്? വലിയതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ വിശ്വാസം കൂടുതല്? തലയാട്ടുന്ന പോലും ഇല്ല. അത്യാഗ്രഹം ഏതാ? അത് തന്നെയല്ലേ. അപ്പൊ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ എന്തായിരിക്കണം? വലിയ വിശ്വാസിയാകണമെങ്കിൽ നിങ്ങൾ സമ്മതിക്കില്ല. ഇനി ഞാൻ എക്സാമ്പിൾ പറയാം, എന്നാലും ഇതിനെല്ലാം ഉദാഹരണം വേണം, എന്നാലും സമ്മതിക്കുള്ളൂ. ഞാനൊരു ദിവസം ഒരു YMCA പ്രസംഗിക്കുകയാണ്. അപ്പം വർഷിപ്പ് ലീഡറായിട്ട് 1-2 പേര് വന്നിട്ടുണ്ട്. വർഷിപ്പ് ലീഡ് ചെയ്യുന്നയാള് എല്ലാ പണിയും നോക്കിയിട്ടും ഈ ആൾക്കാര് ആ സ്പിരിറ്റ് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ആ ഉത്തേജനം വരുന്നില്ല. അവരിങ്ങനെ കഥഞ്ഞിങ്ങനെ ഇരിക്കുക. അതങ്ങനെ ഇരിക്കുന്ന ഈ വർഷിപ്പ് ലീഡേഴ്സിനെ സഹിക്കാൻ പറ്റില്ല. അവർ തോറ്റുപോയ പോലെയാണ്. എല്ലാവരും ഒന്ന് ചാടിയാൽ അവർക്കൊരു ജയിച്ചു എന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇവർ ഈ ചാടാത്തതിന്റെ കാരണം അതിനകത്ത് പെന്തക്കോസ്തുകാർ 10% ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം യാക്കോബക്കാരും കത്തോലിക്കരും ഹിന്ദുക്കൾ വരെയുണ്ട്. കുറെ പുറകെ ഇരുന്ന് ചരട് വലിക്കുന്ന കത്തിരിക്കുന്നവർ കള്ളു കുടിച്ച് പൂസായിട്ട് അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഒരു ഓഡിയൻസാണ്. അപ്പൊ ഒരാളും അനങ്ങാതായി കഴിഞ്ഞപ്പോഴേക്ക് ഈ പുള്ളി പറഞ്ഞു, 5 പൈസ കയ്യിലില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടന്നവനാണ് ഞാൻ. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലുള്ള സമ്പത്ത് ദൈവം തന്നതാണ്. അവന് 40 പൈസ പോലും ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ അമേരിക്കയിൽ നിന്ന് ഒരു കുടുംബം ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവരോട് ചോദിക്കുക, പാസ്റ്ററെ ഇത്രയും കാശ് എങ്ങനെ ഉണ്ടായി? നിങ്ങൾ വല്ല സ്മഗ്ലിംഗ് ബിസിനസ് നടത്തുന്നുണ്ടോ എന്നാ ആ ഫാമിലി ഞങ്ങളോട് ചോദിച്ചു. ഇത്തരം പറഞ്ഞ അടുത്ത വാക്ക്, അങ്ങനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, അവിടെ ഇരുന്ന കത്തോലിക്കനുൾപ്പെടെ ഓർത്തഡോക്സുകാരനുൾപ്പെടെ CSIക്കാരനും മർത്തോമക്കാരനും എല്ലാം സ്പ്രിംഗ് അല്ലേ. എന്താ കാരണം എന്നറിയും? അപ്പോഴാണ് അവരുടെ ആഹാരം കിട്ടിയത്. ഈ ദൈവവും വിശ്വാസവും സകലതും നമ്മുടെ അത്യാഗ്രഹത്തെ പരിപോഷിപ്പിക്കാനും നമ്മുടെ കാര്യം അതിന് പറയുന്നത് നിന്നെ നിന്ദിച്ചവരുടെ ഇടയില് മാനിക്കുന്നത്. സന്തോഷമായ? അപ്പോൾ ഈ അത്യാഗ്രഹമാണ് നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്നത്. അപ്പം അത് മിക്കവാറും എല്ലാവർക്കും കുറച്ചുണ്ട്. അടുത്തത് ദുർബുദ്ധി. അടുത്തത് അസൂയുണ്ടോ? അടുത്തത് കൊല. പഴയ ബൈബിളിൽ കുല എന്നാണ്, കുലയല്ല കൊല. അടുത്തത് പിണക്കം. ആരുടെ പിണങ്ങിയിരിക്കുന്നുണ്ടോ? അടുത്തത് കപടം. എന്റെ ബ്രദറെ, എത്ര നാളായി ബ്രദറിനെ കണ്ടിട്ട്, വീട്ടിലോട്ടൊക്കെ ഒന്ന് വരണേ. കപടം. അടുത്തത് ദുശീലം. ചായ കുടിക്കാതെ രാവിലെ ഒരു പണിയും നടക്കില്ല എന്ന് പറയുന്നത് തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ പണികളും ദുശീലം. അടുത്തത് എന്നിവ തിങ്ങിയവർ. അടുത്തത് കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ. കുരളക്കാർ എന്ന് പറഞ്ഞാൽ അറിയാം, ഉള്ളിൽ കയ്പുള്ളവരാ. ഏഷണിക്കാരെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബ്രദറെ, നിങ്ങളെ ബ്രദറിന്റെ കഥ കേട്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ല. ബ്രദറിനോട് മാത്രം പറയുന്ന കേട്ടോ, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതിനാണ് ഏഷണി എന്ന് പറയുന്നത്. അടുത്തത് ദൈവദ്വേഷികൾ, ദൈവത്തെ ദ്വേഷിക്കുന്നവർ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ഗമ കാണിക്കുന്നവർ, ആത്മപ്രശംസക്കാർ, തള്ളുന്നവർ, സ്വയം പുകഴ്ത്തുന്നവർ, പൊതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ. നിയമലംഘികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ? 2 പേര് പോകുന്ന ബൈക്കിൽ 3 പേര് പോകുന്നതും, ലൈസൻസ് ഇല്ലാതെ കാർ ഓടിക്കുന്നു, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഓടിക്കുന്ന എല്ലാം നിയമലംഘികൾ. വാത്സല്യമില്ലാത്തവർ, കനിവില്ലാത്തവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, കേട്ടോണേ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. പിണങ്ങിയിരിക്കുന്നവർ, ആരെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടോ? നിങ്ങൾ മരണയോഗ്യർ. നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ മരണയോഗ്യർ. നിങ്ങൾ ആരെങ്കിലും ഉയർന്ന് കാണുമ്പം അസൂയപ്പെടുന്നുണ്ടോ? മരണയോഗ്യർ. ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും, ആരെന്നറിയോ? നമ്മളല്ല, ഈ ലോകത്തിലെ സാധാരണ മനുഷ്യനോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കി.
ബൈബിളിൽ കണ്ടിട്ടില്ലാത്ത മനുഷ്യനോട് അവരും പറയും അത്യാഗ്രഹം പാപമാണ്, പിണക്കം പാപമാണ്, അസൂയ പാപമാണ്. അവർക്കെല്ലാം അറിയാം ഈ വക പ്രവർത്തിക്കുന്നവരുടെ മനസാക്ഷിയിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം മരണയോഗ്യം. എത്ര പേര് ദരിദ്രരായി? സ്വർഗത്തിൽ പോവോ? പൊട്ടിപ്പൊളിഞ്ഞു അല്ലേ? ഞാൻ എപ്പോഴേ പൊട്ടിപ്പൊളിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പൊട്ടിച്ചായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. ദൈവത്തിന്റെ നീതിയുടെ വെളിപ്പാടാണ് നമ്മളെ തകർക്കുന്നത്. മനസ്സിലായോ? ആ നീതി എന്ത് വലുതാണെന്ന് മനസ്സിലാക്കും തോറും, ആ സ്നേഹം എത്ര ആഴമുള്ളതാണെന്ന് മനസ്സിലാകും തോറും നമ്മുടെ ദാരിദ്ര്യം വർദ്ധിച്ചു വരും. അപ്പൊ ഒന്നും പുകഴാനില്ല, ഒന്നുമില്ല. കർത്താവ് പറയുന്നതിനറിയോ, പൗലോസ് പറയുന്നതിനറിയോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവം ആക്കിയത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പ്രശംസ എടുത്ത് കളയാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ഒരു മനുഷ്യനും അവന്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. എന്തിനാണ് നമുക്ക് ആത്മീക ദാരിദ്ര്യം ദൈവം തരുന്നത്? ഒരു മനുഷ്യനും അവന്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന്. റോമാലേഖനം 3:27 എന്താ പറയുന്നത്? ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. എങ്ങനെ പോയത്? പ്രവർത്തിച്ചു എന്ന് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിൽ ദൈവം മനുഷ്യന്റെ നീതിയെ തകർത്ത് കളഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും പ്രശംസ പോയി. ഇനി 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിച്ച്, 28 മുതലുള്ള ഭാഗങ്ങൾ. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതിനെ ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. അടുത്തത്, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഒരാൾ എഴുന്നേറ്റ് പറയരുത് ഞാൻ ഇത്രയും ചെയ്തു കർത്താവേ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കങ്ങനെ പറയാതിരിക്കാൻ പാടാണ്. നിങ്ങളുടെ ചർച്ചില്, നാട്ടിലെ ചർച്ചില് ഒരു ക്ലോക്ക് മേടിച്ചു കൊടുത്തെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം അടുത്ത പ്രാവശ്യം അവിടെ പോകുമ്പോ ആദ്യം നോക്കുന്ന ആ ക്ലോക്ക് അവിടെ ഉണ്ടെന്നായിരിക്കും. നമ്മൾ ചെയ്ത പണി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകില്ല. ഞാനിത് ഒരിടത്ത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പം അവിടെ പാസ്റ്റർ ആളെന്ന് ചോദിച്ചു, പാസ്റ്റർ ഈ ചർച്ചിലെ ചെയറെല്ലാം ഞാനാ മേടിച്ചതെന്ന് പാസ്റ്റർ എല്ലാം പറഞ്ഞിട്ടുണ്ടോന്ന്. കാരണം പുള്ളിയെ മേടിച്ചതെന്ന് പാസ്റ്റർ പറയണമെന്നാകും പുള്ള ആഗ്രഹം. ഇത് 4 പേര്, അതിന് ചില ആൾക്കാർ ഇങ്ങനെ ഡൊണേറ്റഡ് ബൈ എന്നതിന്റെ ബാക്കിൽ എഴുതിയിട്ട് തരുള്ളൂ. ഒരു ചർച്ചിനൊരു ഹോള് പണിതാൽ ഡൊണേറ്റഡ് ബൈ കൊച്ചമ്മ ഫ്രം അമേരിക്ക, അമ്മമ്മ ഫ്രം UK, ഇത് കാണും ലിസ്റ്റ്. പിന്നെ അത് പോട്ടെ, അതെങ്കിലും എന്തെങ്കിലും നശിച്ചു പോകുന്ന കെട്ടിടം എന്ന് വിചാരിക്കാം. മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആശാന്മാരുണ്ട്. മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചതെന്ന് ഇവർ അന്വേഷിക്കും. കാരണം ഇവരുടെ പൈസയാ, കണക്ക് വേണം. ആകെ കൊടുക്കുന്ന 3000 രൂപ, അവർക്ക് ജീവിക്കുന്ന 20,000 രൂപ ഉണ്ട്. ഈ 3000 രൂപ കണക്ക് അവർ വേറെ ഉണ്ടാക്കണം. എന്തെങ്കിലും ഒരു സൽപ്രവൃത്തി ചെയ്തു പോയാൽ പിന്നെ അതേല് നമ്മളങ്ങ് തൂങ്ങുവാണ്. അത്തീലയുടെ നീതി, ഈ അത്തീലയുടെ നീതി അത് കർത്താവ് വരുമ്പോഴല്ലോ ഇതെല്ലാം പറഞ്ഞു. മഹാരാഷ്ട്ര എന്നുള്ളൊരു മിഷണറി ഫാമിലി ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നു. അവർക്ക് അമേരിക്കയിൽ നിന്ന് 12,000 രൂപ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു 12,000 രൂപ കൊള്ളാലോ, കുഴപ്പമില്ല. ഇവിടെ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആഹാരം കഴിക്കുമ്പോൾ വായിക്കാതെ ഇറങ്ങുന്നില്ല. എന്താ കാര്യം? 5,000 രൂപ റെന്റ്, 7,000 രൂപ ജീവിതത്തിന് തരുന്നു. നല്ല കാര്യമല്ലേ? അത്രയും ഒരു ടീം തന്നെ അത്ര തരുന്നുണ്ടല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു, പക്ഷെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്നും എന്തൊക്കെയാ വീട്ടിൽ വാങ്ങിച്ചതെന്നുള്ള ഫുൾ ബില്ലും അവർ ഓട്ടോ യാത്ര ചെയ്തെങ്കിൽ അതിന്റെ വരെ ബില്ല് മേടിച്ച് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. ഞാൻ പറയും, നിങ്ങളെല്ലാം അടിമയായിട്ട് വല്ല ആഫ്രിക്കയിൽ പോയി ജീവിക്കുന്ന ഇതൊക്കെ നല്ലത്. ആ മിഷണറിക്കുള്ള വിഷൻ ഈ കാശ് അയച്ചു കൊടുക്കുന്നവർക്കില്ല. പക്ഷെ അവിടെ കിടന്ന് കർത്താവിനെ സാക്ഷിക്കുന്ന ആളെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ മാമൻ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് കൊടുക്കുമ്പം എന്റെ കൈ വിടണം. എന്റെ അല്ലത്. CSIക്കാര് ഈ സ്തോത്രാഴ്ച എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. CSIക്കാരുടെ പാഠപുസ്തകത്തിൽ, പ്രാർത്ഥനാ പുസ്തകം എന്താണെന്നറിയോ? താങ്ക് യു. ഒരു പ്രാർത്ഥനയുണ്ട്. അതെങ്ങനെയാ? കർത്താവേ, അത് ഭയങ്കര ബ്രോക്കൺനെസ്സാ പറയാൻ. ഞങ്ങൾ നിനക്കൊന്നും തരുന്നില്ല, തരാൻ ഞങ്ങൾക്ക് കഴിയുകയുമില്ല. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നിന്റെ കയ്യിലേക്ക് തന്നെ വെക്കുന്നതേ ഉള്ളൂ.
എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഈ സ്തോത്രാഴ്ച എടുക്കുന്നത്. ഒന്നും പുകഴാനില്ല, പ്രശംസ എവിടെ? അപ്പൊ ദൈവത്തിന്റെ രക്ഷ സ്വീകരിക്കുന്ന ഒരാള്, ക്രിസ്തുവിന്റെ നീതി സ്വീകരിക്കുന്ന ഒരാൾ, ഗിരിപ്രഭാഷണത്തിലേക്ക് കിടക്കുന്ന ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് അത്യന്തം മനസ്സിലാകണമെങ്കിൽ എന്റെ പ്രശംസ അഴിഞ്ഞു പോകണം. ഞാൻ ആത്മീക സമ്പന്നനായിരിക്കരുത്, എനിക്കൊന്നും പുകഴാനുണ്ടാകരുത്. 1 കൊരിന്ത്യർ 1:29 നമ്മൾ വായിച്ചത്, 28 വായിച്ചത്. അടുത്ത വാക്യം വായിച്ച് 29 വായിച്ച്. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. ക്രൈസ്റ്റ് ഈസ് മൈ റൈച്ചസ്നെസ്. അപ്പൊ ഈ നീതി, ഈ ഗിരിപ്രഭാഷണത്തിന്റെ നീതി ആരാണ്? അതൊരു വ്യക്തിയാണ്, ക്രിസ്തുവാണ്. ദൈവത്തിന്റെ നീതി ഈസ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഈസ് ദ റൈച്ചസ്നെസ്. അപ്പൊ നമ്മള് ആ നീതിയുടെ മുമ്പിൽ വണങ്ങുക ചെയ്യുന്നത്. ഞാൻ പറയാം, കർത്താവ്, ഞാൻ ബലഹീനനും പാപിയുമാണ്, ഒരു ഗുണവുമില്ലാത്തവനാണ്. ആ ഒരു വർഷിപ്പാണ് ഈ നീതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. കാരണം ക്രൈസ്റ്റ് ഈസ് ദ റൈച്ചസ്നെസ്. ക്രൈസ്റ്റ് ഗേവ് us the righteousness എന്നല്ല, ക്രൈസ്റ്റ് ഷോഡ് ദ റൈച്ചസ്നെസ് എന്നല്ല, ക്രൈസ്റ്റ് ഈസ് ദ റൈച്ചസ്നെസ്. അപ്പൊ ഇത് ആമുഖമായിട്ട് ഈ ഒന്നാമത്തെ വാക്യം തന്നെയാണ് ഇതിന്റെ ആമുഖം. വാട്ട് എക്സാക്ട്ലി ഈസ് സെർമൺ ഓൺ ദ മൗണ്ട്? ഇത് നമ്മളെ തകർത്ത് കളയുന്ന ഒരു സെർമണാണ്. നമ്മളിത് വായിച്ചു നോക്കുന്തോറും നമ്മുടെ ദാരിദ്ര്യം കൂടി വരും. നമ്മളിത് വായിച്ച് അവസാനിപ്പിക്കുമ്പോഴേക്കും നമ്മൾ പക്കാ ദരിദ്രന്മാരായിരിക്കും. അതാ കർത്താവിന്റെ ഉദ്ദേശം. സ്പിരിച്വലി നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് ഒരിക്കലും പാപികളെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? വഴക്ക് പറഞ്ഞിട്ടില്ല. അവരോട് ഭയങ്കര കരുണയോടെ സംസാരിച്ചത്. കാരണം ഒരു രോഗികളെ പോലെ, ഒരു രോഗി വൈദ്യന്റെ അടുത്ത് വരുമ്പോൾ ആ വൈദ്യനെ രോഗി എങ്ങനെ കാണുന്ന ആ സ്നേഹത്തിലാണ് കർത്താവ് ഓരോ പാപിയും കണ്ടത്. വലിയ പാപിയാണെങ്കിൽ കൂടുതൽ കരുണ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു നമ്മുടെ നാട്ടിൽ സർക്കാർ ആശുപത്രി ഉണ്ട്. സർക്കാർ ആശുപത്രിയിൽ പണ്ടത്തെ കാലത്ത് മഞ്ഞ മരുന്ന്, വെള്ള മരുന്ന്, അറിയാമോ പരിപാടി? മഞ്ഞ മരുന്ന് എന്ന് പറഞ്ഞാൽ വയറിളക്കം മാറാനുള്ളത്, വെള്ള മരുന്ന് പറഞ്ഞാൽ പനി മാറാനുള്ളത്. ഇതാണ് അവിടുത്തെ പണ്ടത്തെ. അത്ര എടുത്തു കൊടുക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ വാങ്ങിക്കുന്നവർ അത് നോക്കുന്നു. ഇപ്പം ഡെവലപ്പായി. ഇപ്പം നമ്മൾ ഡോക്ടർമാരൊക്കെ എപ്പോഴും ഉണ്ട്, കുറിച്ച് കൊടുക്കുന്നു. പക്ഷെ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ആ ഹോസ്പിറ്റലിന് പറ്റിയത്. അതൊരു പ്രൈമറി ക്ലിനിക്കാണ്. കൂടുതൽ പ്രശ്നമാണെങ്കിൽ അവർ എന്നോട്ടേക്കും കൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോട്ടായിരിക്കും. അപ്പൊ കൂടിയ രോഗമുള്ള ഒരാളെ കാണുമ്പോഴാണോ, കുറച്ച് രോഗമുള്ള ഒരാളെ കാണുമ്പോഴാണോ കൂടുതൽ സിമ്പതി ഉണ്ടാകുന്നത്? കൂടിയ രോഗമുള്ള ഒരാളെ കാണുമ്പോഴല്ലേ. അപ്പൊ ശരിക്കും ഒരു ചെറിയ ഭാവിയെ കാണുമ്പോൾ തോന്നുന്നതിനേക്കാൾ ആർദ്രതയും മനസ്സലിവും അനുകമ്പയും ഒരു ഘോര ഭാവിയെ കാണുമ്പോൾ ഉണ്ടാകണ്ടേ? ഇവിടുത്തെ പരീക്ഷന്മാർ പറഞ്ഞതറിയാം, അവനൊക്കെ എങ്ങനെ നടന്നാന്നറിയാം, അവന്റെ കൂടെ നിന്ന് ആരാധിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ ഇറങ്ങിപ്പോക്കൂ, അവർക്കുള്ളതാ സഭ. ഞാൻ എന്റെ സഭയെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരാളെ കുറ്റം വിധിച്ച് മാറ്റി നിർത്തിയാൽ അയാളുടെ കൂടെ ഞാനും ഇറങ്ങിപ്പോകും. കാണാതെ പോയ ആ ഒരാളാണ് 99 നീതിമാന്മാർ ഇവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത്. ഈ 99 ആടുകളുടെ കൂടെ ബിരിയാണി കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരാടിന്റെ കൂടെ പോയി കഞ്ഞിവെള്ളം കുടിക്കുന്നതാണ്. അതാണ് കർത്താവിന്റെ കാഴ്ച. പാപിയെ കാണുമ്പം, ഈ വിശ്വാസികള് പാപികളെ കാണുമ്പം, നമ്മളെക്കാൾ കുറഞ്ഞവരെ നമ്മൾ വിചാരിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ വണങ്ങത്തക്ക രീതിയിൽ നമ്മൾ തകർക്കപ്പെട്ടവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ബഹുമാനത്തോടെ അവരോട് സംസാരിക്കത്തക്ക വണ്ണം, അവനെ എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കാണത്തക്ക വണ്ണം ഞാൻ തകർക്കപ്പെട്ടവനായിരിക്കും. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതന്നെ. പ്രശംസിക്കുന്നവരെല്ലാം ക്രിസ്തുവിൽ പ്രശംസിക്കട്ടെ. കാരണം നീതി എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. അപ്പൊ ഈ അനുസരണം നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ഗിരിപ്രഭാഷണം ഇവിടെ വായിക്കുന്നു, ഗിരിപ്രഭാഷണത്തിന് പുറകെ ലേഖനങ്ങൾ വരുന്നു. ഈ ലേഖനങ്ങളിലൂടെ എന്ത് സംഭവിക്കുന്നു? ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു, ലേഖനം എഴുതി അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നു ഇതെങ്ങനെ അനുസരണമായി നമ്മുടെ ഉള്ളിൽ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ വാക്യത്തിന്റെ അർത്ഥം. എ മാൻ ഹൂ ഹാസ് ബ്രോക്കൺ എ ബ്രോക്കൺ ബോൺ, എ ബ്രോക്കൺ സ്പൈൻ, നട്ടലൊടിഞ്ഞവൻ, നിവർന്നു നിൽക്കാൻ പറ്റാത്തവൻ, കർത്താവിന് മുമ്പിൽ തളർന്നവൻ, ഒന്നുമില്ലാത്തവൻ. നിങ്ങൾ കണ്ടുണ്ടോ ചുങ്കക്കാരനും പാപിയും പ്രാർത്ഥിക്കാൻ പോയി? ഞാൻ 2 എക്സാമ്പിൾസ് പറയാം, അപ്പൊ മനസ്സിലാവും. ചുങ്കക്കാരനും പാപിയും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ചുങ്കക്കാരനും പാപിയല്ല, ചുങ്കക്കാരനും പരീശനും, അല്ലെ? പരീശനും ചുങ്കക്കാരനും, അങ്ങനെ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പരീശൻ മുമ്പ് ചെന്ന് നിന്നിട്ട് കർത്താവിനോടല്ല, തന്നോട് തന്നെ. കാരണം ഈ
എന്റെ നീതി ഒന്നും കേൾക്കാൻ കർത്താവിന് വലിയ സമയമൊന്നുമില്ല. സമയമല്ല, താല്പര്യമില്ല. കാരണം അതെല്ലാം കറപുരണ്ട തുണിയാണ് കർത്താവിന് അറിയാം. ഇവൻ അവിടെ ചെന്നുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ പറഞ്ഞു. എന്താ നമ്മൾ പറയുന്നത്? ശേഷമുള്ള അവന്മാരെ പോലെ ഒന്നും ഞങ്ങളല്ലാത്തതിനാൽ നിന്നെ വാഴ്ത്തും. അവരാഭരണം ഇടുന്നു, സിനിമയ്ക്ക് പോകുന്നു, കണ്ടുപിടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. അവര് ചെത്തി നടക്കുന്നു, തത്തി നടക്കുന്നു. ഞങ്ങൾ വളരെ ഡീസന്റായി നടക്കുന്നു. അവരെ പോലെ ഞങ്ങൾ അല്ലാത്തതിനാൽ കർത്താവെ ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇല്ലേ? ശരിയില്ല, അങ്ങനെ സ്തോത്രം ഇല്ലേ നിങ്ങളുടെ ഉള്ളില്? അപ്പുറത്ത് നിന്ന് ആ പാവി ഉണ്ടല്ലോ, പാപി എന്നാ പറയുന്നത്? പാപി കർത്താവിനെ കണ്ടു പറയുന്നത് അവൻ പരീക്ഷനൊന്നും കാണുന്നില്ല. ഞാനൊരു പാപിയാണ് കർത്താവ്, ഞാൻ സമ്മതിച്ചു, ഇതെല്ലാം തെറ്റാണ്, സമ്മതിച്ചു. എന്നോട് കരുണയുണ്ടാകും. ആരാ ദരിദ്രൻ? എനിക്ക് അതല്ല രസം. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്ന വാക്യമാണ്, ഈ പുറകിൽ നിന്ന് കരഞ്ഞ ചുങ്കക്കാരനെ കുറിച്ച് പറയാം, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. ആ കരുണ ചോദിച്ച് നിലവിളിച്ചവനെ കർത്താവ് എന്താ വിളിച്ചത്? നീതിമാനെ എന്നാ വിളിച്ചത്. ശിഷ്യന്മാരെല്ലാം വന്ന് കർത്താവിന്റെ ചോദിക്കും, ആൾക്കാരെല്ലാം ചോദിക്കും, നീ പാപികളോട് ഇങ്ങനെ നടക്കരുത് കേട്ടോ, വളരെ മോശമാണ്. ഇങ്ങനെ പാപികളോട് നടന്നാൽ നീ ഒരു മെശിഹ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? റെപ്യൂട്ടേഷൻ പോക്കാം. കാരണം അപ്പോഴും ഈ ശിഷ്യന്മാർ ചിന്തിക്കുന്ന ഈ വലിയ വലിയ ആൾക്കാർ, മതത്തിന്റെ ആൾക്കാരൊക്കെ നമ്മളോട് കൂടണമെന്നായിരിക്കും. പക്ഷെ കർത്താവ് റെപ്യൂട്ടേഷൻ നോക്കിയില്ല. എന്നോട് കഴിഞ്ഞ ദിവസം കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ റെപ്യൂട്ടേഷൻ എന്നോട് പ്രശ്നമല്ല, സഭയുടെ റെപ്യൂട്ടേഷൻ പ്രശ്നമല്ല, യേശുക്രിസ്തുവിന്റെ റെപ്യൂട്ടേഷൻ ആണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഹിസ് ഗ്ലോറി, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. അല്ലാതെ കർത്താവിന്റെ നിന്ദ ചുമക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതാണ് നമ്മുടേതായ ഒരു ഗ്ലോറിയോ, നമ്മുടേതായ ഒരു അഹങ്കാരമോ, കുടുംബമഹിമയോ, പാരമ്പര്യമോ, വിദ്യാഭ്യാസമോ, സൗന്ദര്യമോ ഒന്നുമില്ല ദൈവത്തിന് മുമ്പിൽ. എല്ലാം ഒന്നിനും ഗ്ലോറി ചെയ്യാനില്ല. ദർ ഇസ് നോ ഗ്ലോറി ഫോർ എ മാൻ. ഞാന് ചെറുപ്പത്തിലെ ഞാൻ കത്തോലിക്കരുടെ കന്യാസ്ത്രീകളുടെ സ്കൂളിലാണ് പഠിച്ചത്. ഈ കന്യാസ്ത്രീകളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയാല് അവര് ഗിഫ്റ്റ് തരും. ഗിഫ്റ്റ് തരുന്ന സാധാരണ ക്രിസ്മസ് കാർഡുകളാണ് അന്നത്തെ കാലത്ത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ക്രിസ്മസ് കാർഡുകളുള്ള കാലം, ന്യൂ ഇയർ കാർഡുകൾ, ബർത്ത്ഡേ കാർഡുകളുള്ള കാലം? അപ്പൊ എനിക്ക് മാത്രം അവർ ക്രിസ്മസ് കാർഡ് തരത്തില്ല. എനിക്ക് ക്രിസ്മസ് കാർഡ് കിട്ടുന്നതൊക്കെ ഇഷ്ടമാണ്, നല്ല പിക്ചറൊക്കെയാണ്. പക്ഷെ അവരെനിക്ക് തരുന്ന ഈ പുണ്യാളന്മാരുടെ പുസ്തകങ്ങളാണ്. കൊച്ചു ത്രേസ്യ പുണ്യാളത്തിൽ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ചെറുപുഷ്പം, ലിറ്റിൽ ഫ്ലവർ, ആ പുസ്തകമൊക്കെയാണ് ഇതേ തരുന്നത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യാളൻ, സെബസ്ത്യാനസ് പുണ്യാളൻ, ഇവരുടെ കഥകളാണ് കാർട്ടൂൺ പോലെ പടം വരച്ച കഥകൾ എന്ന് പറഞ്ഞാൽ വായിക്കാൻ ഭയങ്കര എളുപ്പമുള്ള കഥകളാണ്. ചെറിയ സ്റ്റോറി ബുക്കുകളാണ് ഗിഫ്റ്റായിട്ട് തരുന്നത്. ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നോണ്ടായിരിക്കും ഇവർ കത്തോലിക്കല് ഈ പണി കാണിക്കുന്നത്. കാരണം അവരുടെ വിശുദ്ധന്മാരൊക്കെ ഒന്ന് കണ്ടോടാ വേണമെങ്കിൽ എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം. പക്ഷെ ഇതെല്ലാം ഞാൻ വായിച്ചു. ഇടയ്ക്ക് ക്രിസ്മസ് കാർഡും കിട്ടിയിട്ടുണ്ട്. ഞാൻ 11ാം ക്ലാസ് പഠിക്കുമ്പോൾ, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരു ദിവസം ഓർത്തഡോക്സ് പള്ളിയിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. ചങ്ങനാശ്ശേരി സെന്റ് തോമസ് ഓർത്തഡോക്സ്. അച്ഛൻ കുർബാന ചൊല്ലുന്നു, കൈയിട്ട് വിറപ്പിക്കുന്നു, തുണി എടുത്തിട്ട് വിറപ്പിക്കുന്നു, ആകെ പുക, മണിയടി. അപ്പൊ ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് ആലോചിക്കുക, എന്റെ കർത്താവേ, യേശുക്രിസ്തു നടുക്ക് നിൽക്കുന്നു, അപ്പുറത്ത് ഇപ്പുറത്ത് പത്രോസ് അന്ത്രോസിൽ നിന്ന് മണിയടിക്കുന്നു, ഇപ്പുറത്ത് തോമസ് പുകയ്ക്കുന്നു. ഇടയ്ക്ക് പത്രോസ് കുന്തിരിക്കാൻ തീർന്നു പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ യേശുവിന്റെ കൂടെ യേശു കുറച്ചിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ എവിടെ നടന്നു? ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി ഉണ്ടോ? അപ്പൊ ഞാൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്, ഇത് ദൈവത്തിന്റെ വഴിയല്ല, ഇത് ചുമ്മാ മനുഷ്യനുണ്ടാക്കിയാണ്. ആ ബോധം ഉണ്ടായ ശേഷം 16ാം വയസ്സ് മുതൽ ഞാൻ പിന്നെ ഓർത്തഡോക്സ് പള്ളി കയറിയിട്ടില്ല. കസിൻസിന്റെ കല്യാണം വരുമ്പോൾ ഞാൻ വെളിയിൽ പോയി എനിക്ക് അകത്ത് കയറില്ല. കാരണം ഇത് വെറും തന്ത്രമാണ്. അന്ന് ദൈവത്തെ വിശ്വാസം പോലും എനിക്കില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഓർത്തഡോക്സ് പള്ളി അങ്ങനെ ഉപയോഗിച്ചിട്ട് ഞാൻ CSI പള്ളിയിൽ പോയി. കാരണം അതിനകത്ത് ഈ സാധനങ്ങളൊന്നുമില്ല, ഒരാശ്വാസമാണ് അവിടെ പോയിരുന്നത്. അപ്പൊ ഞാൻ പതുക്കെ ഞാൻ വളർന്നു വന്ന മതം വിട്ടിട്ട് CSIക്കാരനായി. അങ്ങനെ CSI പള്ളിയിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു സൺഡേ സ്കൂൾ ഉണ്ട്. ആ സൺഡേ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചു. 18 വയസ്സ് വരെ പഠിക്കാം. അവിടെ പഠിപ്പിക്കുന്ന മുഴുവൻ മിഷണറിമാരുടെ കഥകളാണ്. വില്യം കേറി, ഹഡ്സൺ ടൈലർ,
CT സ്റ്റഡ്, പിന്നെ ഇംഗ്ലീഷ് മിഷണറിമാര്, ഇവരുടെ കഥകളാണ്. CSI പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ട് 1 വർഷം കഴിഞ്ഞാണ് സ്നാനപ്പെടുന്നത്. 2 വർഷം കഴിഞ്ഞിട്ടാണ് സ്നാനപ്പെടുമ്പോൾ ഞാൻ പെന്തക്കോസ്റ്റ് AGയിലാണ് സ്നാനപ്പെടുന്നത്. AG, അസംബ്ലി ഓഫ് ഗോഡ്. അഗെയിൻസ്റ്റ് ഗോഡ് അല്ല, അസംബ്ലി ഓഫ് ഗോഡ്. സ്നാനപ്പെട്ട് അപ്പൊ എന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസീസിയിലെ ഫ്രാൻസിസ്, CT സ്റ്റഡ്, ഈ ലൈൻ ഓഫ് പീപ്പിൾ ഹു ഹാവ് സാക്രിഫൈസ്ഡ് എവറിത്തിങ് ഫോർ ദ ലോർഡ്, അതിന്റെ കൂടെ യേശുവിനോട് ചേരാൻ സ്നാനമേറ്റ് ഞാനും പോവുകയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്നാനമേറ്റ് സഭയിലോട് ചെന്നപ്പോഴല്ലേ മനസ്സിലായത് സംഗതി വേറെയാണ്. അവിടെ പാസ്റ്റർ പറഞ്ഞ ആദ്യത്തെ പ്രസംഗം തന്നെ നിന്നെ മാനിക്കുന്ന ദൈവം. ഞാൻ ശരിക്കും കർത്താവിനൂടെ നിന്ദ അനുഭവിക്കേണ്ട വഴി ആലോചിക്കുന്നു. ഞാൻ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ നിന്ദിച്ചവരുടെ നിന്നെ ഉയർത്തുന്ന ദൈവം, മാനിക്കുന്ന ദൈവം. നഗരവാതിലിന് വെളിയിൽ അവനോടൊപ്പം കഷ്ടം അനുഭവിക്കാനും നിന്ദ അനുഭവിക്കാനും വിളിക്കപ്പെടുന്നതിന് പകരം നമ്മൾ ഈ ലോകത്തിന്റെ ഗ്ലോറി കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറയാണ്, ഇത് നല്ലതാണ് മക്കളെ, മോഹിച്ചോ, നിങ്ങൾക്കൊരു പീസ് കിട്ടും. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ ഉപവാസത്തിന്റെ ലക്ഷ്യം. 2-3 വർഷം ഞാനിങ്ങനെ മരവിച്ചവനെ പോലെ ഇരുന്നു അതിനകത്ത്. പിന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് ഇവരോട് സംസാരിക്കാനുണ്ട്. കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നിലനിൽക്കുന്ന ഒന്നും ഈ ഭൂമിയിൽ ഇല്ലെന്നും. തലയിൽ ഒരു തേങ്ങ വീണാൽ PhD പഠിച്ചത് പോയിട്ട് 5ാം ക്ലാസ്സിൽ പഠിച്ചു വരെ മറന്നു പോകുന്നു. പോകുന്ന വഴിക്കൊരു തലക്കൊരു തട്ട് കിട്ടിയാൽ അവൻ ഏത് വിഷയത്തിലാണ് PhD ചെയ്യുന്നവരെന്ന് അറിയാല. ഡോക്ടറിന് തലയെ കാണും, പക്ഷെ ഒന്നും അറിയാൻ മേലാത്തവനായിട്ട് മാറും. 4-3 എന്താ ചോദിച്ചാൽ എന്താ ഈ 4-3 ചോദിക്കുന്ന അവസ്ഥ വരും. 1 സെക്കൻഡ് മതി. ഈ പറയുന്ന ഗ്ലോറി എന്ന് പറയുന്ന സാധനം എന്നെ പോലെ മറവിയുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇതൊക്കെ ഒരു നിമിഷം നമ്മുടെ തലേന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ വെറും ഒന്നുമില്ല. ആ മിന്നി വിളങ്ങുന്ന സാധനത്തിന് വേണ്ടി പാഞ്ഞു നടക്കുന്ന ഒരു ലോകം, അതിനെ പുഷ് ചെയ്യുന്ന കുറെ ആൾക്കാര്, ഇത് മനുഷ്യന്റെ സമ്പത്തിന് വേണ്ടിയും അവനെ ധനവാനാക്കാൻ വേണ്ടി അവനുള്ള കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുമാണ് ഈ പരിപാടികൾ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ദുഷ്ടനായ പാസ്റ്റർ, ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടു പോകുന്ന നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ? ഞങ്ങളെല്ലാം ഇങ്ങനെ സിറിയയിലും ഇറാനിലും ഇറാഖിലൊക്കെ അറിഞ്ഞിരിഞ്ഞ് നടക്കണമെന്നായിരിക്കും പാസ്റ്റർ വിചാരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തിന് ആരെ വേണമല്ലോ എപ്പോ വേണമെങ്കിലും അനുഗ്രഹിക്കാം. ഇതിന് നിയമങ്ങളൊന്നുമില്ല, പിടിച്ചു മേടിക്കാനൊന്നും പറ്റിയല്ല. കർത്താവിന്റെ ഇഷ്ടമാണ്. കർത്താവിന് നമ്മൾ പറയുന്നത്, എന്റെ കർത്താവെ നീ തന്നാലും തന്നില്ലെങ്കിലും സ്തോത്രം, എനിക്ക് വേണ്ടത് നിന്നെയാണ്, മീനല്ല. അപ്പൊ കർത്താവിന് എനിക്ക് വേണമെന്ന് തോന്നണമെങ്കിൽ തന്നെ എനിക്ക് ദാരിദ്ര്യം വേണം. ഞാൻ ഒന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായെങ്കിൽ മാത്രം എനിക്ക് കർത്താവിനെ വേണമെന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കർത്താവിന് പറയുന്നത് എന്നറിയാം, ഞാൻ അനുസരിച്ച് കാണിക്കാൻ കർത്താവ്, നീ എന്നെ നോക്ക്, ഞാൻ അത്ര മോശമൊന്നുമില്ല. നിങ്ങളെ ഈ ഒരു പാമ്പിനെ പോക്കറ്റിട്ട് നടന്ന ഒരാളുടെ കഥ അറിയാലോ നിങ്ങൾക്ക്? പുള്ളി ഭയങ്കര കരുണയുള്ളായിരുന്നുണ്ട്. ഒരു ദിവസം ഒരു തണുത്ത സ്ഥലത്തോടെ പോയി, ഐസ് കിടന്ന സ്ഥലത്തോടെ പോയപ്പോൾ ഒരു അണലിയുടെ കുഞ്ഞ് അവിടെ പെട്ടക്കുന്ന ജീവന് വേണ്ടി. ഇയാൾ ഭയങ്കര കരുണയുള്ളതാണ്. ഈ അണലിയുടെ കുഞ്ഞെടുത്ത് പോക്കറ്റിട്ടു. കുറച്ചു നേരം കഴിഞ്ഞ്, അണലിന്ന് പറഞ്ഞാൽ അറിയാലോ, വൈപ്പർ, പിള്ളേർക്ക് അറിയില്ല, സ്നേക്ക്, വെരി വെനമസ് സ്നേക്ക്. ഇത് തണുത്ത് വേർത്ത് ചാകാൻ തുടങ്ങുമായിരുന്നു. ഇത് പോക്കറ്റിൽ കിടന്ന് ഇവന്റെ ചൂടടിച്ച് ജീവൻ വെച്ചപ്പോൾ ഒരൊറ്റ കുത്തു വെച്ചു കൊടുത്തു. അപ്പൊ ഇയാൾ ഈ പാമ്പിനോട് ചോദിച്ചു, ഏത് ഭാഷയിൽ അതിനോട് ചോദിക്കരുത്, കഥയെ ചോദ്യമില്ല. പാമ്പിനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ കുത്തിയത്? അപ്പൊ പാമ്പ് പറഞ്ഞു, ഞാനൊരു പാമ്പാണ്, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ബോധം ഉണ്ടായിരുന്നല്ലോ, ഞാനൊരു പാമ്പാണെന്ന് മനസ്സിലായിരുന്നല്ലോ. അത് കണ്ടപ്പോ ഒന്നേ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകണമായിരുന്നു, അല്ലെങ്കിൽ എടുത്ത് ദൂരോട്ട് കളഞ്ഞ് ചാവട്ടെന്ന് വിചാരിക്കുന്നായിരുന്നു. പോക്കറ്റ് ഉണ്ടെന്ന് ഞാൻ എഴുന്നേറ്റ് നന്ദി പറയും നിങ്ങൾ വിചാരിച്ചോ എന്ന് പാമ്പ് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നാ പറയും? ഒന്നും പറയാനില്ല. കാരണം നമ്മൾ വിചാരിച്ചാലൊന്നും നമ്മുടെ ഈ പ്രകൃത സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല. കർത്താവ് തന്നെ നമ്മളെ നന്നാക്കാൻ ശ്രമിക്കുന്നില്ല, അറിയാത് ഉണ്ടോ? ഇല്ല. കർത്താവ് നമ്മുടെ പഴയ ജഡത്തെ ക്രൂശിച്ചിട്ട് പുതിയതാക്കുക. കാരണം ഈ പഴയത് നന്നാക്കാൻ പറ്റിയില്ല. ഈ പഴയ മനുഷ്യനെ നന്നാക്കിയെടുക്കുന്ന പരിപാടിയല്ല ശിഷ്യത്വം എന്ന് പറയുന്നത്. പുതിയ മനുഷ്യൻ ഉരുവായാൽ മാത്രമേ, വീണ്ടും ജനനം നടന്നാൽ മാത്രമേ, പുതിയൊരു സൃഷ്ടി ആയാൽ മാത്രമേ, ക്രിസ്താനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന ആ പുതിയ മനുഷ്യന് മാത്രമേ ഇത് അനുസരിക്കാൻ പറ്റുള്ളൂ.